ഇപ്പോൾ നമ്മൾ സെല്ലറിന്റെ റൈറ്റ്സ് കഴിഞ്ഞ് ഇനി അടുത്തത് ബയറിന്റെ റൈറ്റ്സ്. ഇപ്പോൾ ബയറിന്റെ റൈറ്റ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി 57, 58, 59, 60, 61. അപ്പോൾ അതിലെ 57 എന്ന് പറയുന്നത് ബയറിന്റെ റൈറ്റ്സ്. ബയറിന് എപ്പോഴാണ് റൈറ്റ് വരിക? ഇയാള് സെല്ലർ ഡെലിവറി ചെയ്യുന്നില്ല. അപ്പോൾ സെല്ലറിന് ഗുഡ്സ് ഡെലിവറി ചെയ്യുക, ബയറിന് പേയ്മെന്റ് കൊടുക്കുക എന്നുള്ളത് അവരുടെ ലയബിലിറ്റിയുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണ്. അപ്പം ഡാമേജസ് ഫോർ നോൺ ഡെലിവറി. അപ്പം സെല്ലർ wrongfully neglects or refuses to deliver the goods to the buyer. ബയറിന് ഗുഡ്സ് ഡെലിവർ ചെയ്യുന്നില്ല, നെഗ്ലക്ട് ചെയ്യാണ് അതിന്റെ ഡെലിവറി wrongfully. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബയറിന് സെല്ലറിനെ സ്യൂ ചെയ്യാൻ പറ്റും. എന്തിന്? ഫോർ ഡാമേജസ് ഫോർ നോൺ ഡെലിവറി. ഇതാണ് സെക്ഷൻ 57 പറയുന്നത്. അപ്പോൾ സെക്ഷൻ 57-ലെ ഇത് കേസിലോ നോക്കാം. ഇതാണ് ദേവദാർ സിംഗിന്റെ ബുക്കാണ്. അപ്പോൾ ഇത് ബയേഴ്സ് റെമഡീസ് അഗെയിൻസ്റ്റ് ദ സെല്ലർ. ഓക്കെ, സെല്ലേഴ്സ് റെമഡീസ് അഗെയിൻസ്റ്റ് ബയർ നമ്മൾ നോക്കിക്കഴിഞ്ഞു 55, 56. 57 ഡാമേജസ് ഫോർ നോൺ ഡെലിവറി. ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് ആദ്യം തന്നെ ഇത് ജസ്റ്റ് ആക്ട് കോപ്പി ചെയ്യുക. ടു ഡെലിവർ ദ ഗുഡ്സ് ദ ബയർ മേ സ്യൂ ദ സെല്ലർ ഫോർ നോൺ ഡെലിവറി. ഇനി if the goods are readily available in the market. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ റെഡിലി അവൈലബിൾ ആയിട്ടുള്ള ഗുഡ്സ് ആണ് മാർക്കറ്റിലെങ്കിൽ ബയർ ഈസ് എൻറ്റൈറ്റിൽഡ് ടു ഗെറ്റ് ആസ് ഡാമേജസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോൺട്രാക്ട് പ്രൈസ് ആൻഡ് മാർക്കറ്റ് പ്രൈസ് ഓൺ ദ ഡേ ഓഫ് ദ ബ്രീച്ച്. അതായത് ഇപ്പം മറ്റേ ഡെലിവറി എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഗുഡ്സ് സെല്ലറിൻ്റെ അടുത്തിരിക്കുകയാണ്. അപ്പോൾ സെല്ലറിന് ഇത് എങ്ങനെയെങ്കിലും വിൽക്കണം. അപ്പം ഈ ഗുഡ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ, റെഡിലി അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ബയറിന് എങ്ങനെയാണ് ബയറിന് കൊടുക്കേണ്ട ഡാമേജസ് എങ്ങനെ അസസ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ബയർ എങ്ങനെയാണ് അത് എൻറ്റൈറ്റിൽഡ് ആവുന്നത്? അതായത് കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന പ്രൈസും മാർക്കറ്റ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസിന് ഓൺ ദ ഡേ ഓഫ് ബ്രീച്ച് നടന്ന ആ ദിവസത്തിലെ കോൺട്രാക്ട് പ്രൈസും മാർക്കറ്റ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസിന് ഈ ബയർ എൻറ്റൈറ്റിൽഡ് ആയിരിക്കും ഡാമേജസ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ദ ബയർ ഈസ് ഓഫ് കോഴ്സ് എൻറ്റൈറ്റിൽഡ് ടു ദ റീഫണ്ട് ഓഫ് ദ പ്രൈസ് ഇഫ് ഓൾറെഡി പെയ്ഡ്. അപ്പോൾ ബയർ ഓൾറെഡി ആ പൈസ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് അതിൻ്റെ റീഫണ്ട് കിട്ടും ഇൻ ഓൾ കേസസ് ഓഫ് നോൺ ഡെലിവറി. അപ്പം ഈ ഡെലിവറി എല്ലാ കേസിലും ഇവർ ഡെലിവറി ചെയ്തിട്ടില്ല, ഗുഡ്സ് ഡെലിവറി ചെയ്തിട്ടില്ല, പക്ഷെ ബയർ ഓൾറെഡി പൈസ പേ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ആ പൈസ തിരിച്ചു കിട്ടും. എല്ലാ കേസിലും ആ പൈസ കൊടുത്ത പൈസ എന്തായാലും തിരിച്ചു കിട്ടും. It has been laid down by the Supreme Court that if the buyer wants to recover damages representing the difference between the market and contract prices, he must prove the difference. അപ്പം കൊടുത്ത പൈസ എന്തായാലും തിരിച്ചു കിട്ടും. പിന്നെ സുപ്രീം കോർട്ട് പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവർക്ക് ഡാമേജസ് ആയിട്ട് റിക്കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ഡാമേജസ് ആയിട്ട് റിക്കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ മാർക്കറ്റ് പ്രൈസും കോൺട്രാക്ട് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് ഡാമേജസ് ആയിട്ട് റിക്കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ആ ഡിഫറൻസ് പ്രൂവ് ചെയ്യണം. അതർവൈസ് ഹി കനോട്ട് ഹാവ് എ ഡിക്രി ബിയോണ്ട് ദ റീഫണ്ട് ഓഫ് ദ പ്രൈസ്. അതാണ് അതിന്റെ റൂള്. അതായത് ഡെലിവറി ചെയ്തു മറ്റേയാളുടെ എടുത്തില്ല, അപ്പൊ സെല്ലറിന്റെ അടുത്ത് കൊടുത്തിരിക്കുക. അപ്പൊ സെല്ലറിന് അതിന്റെ ഡാമേജസ് കിട്ടണം. ഡാമേജസ് എങ്ങനെ അസസ് ചെയ്യുക? അയാളുടെ കോൺട്രാക്ട് പ്രൈസും കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന പ്രൈസും മാർക്കറ്റ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് അയാൾക്ക് ഡാമേജസ് ആയിട്ട് കിട്ടുക. പൈസ ഓൾറെഡി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും തിരിച്ചു കിട്ടും ബയറിന് തിരിച്ചു കിട്ടും. ഇനി ഇയാൾക്ക് ഈ ഡിഫറൻസ് കൂടെ കിട്ടണം എന്നുണ്ടെങ്കിൽ അയാളത് പ്രൂവ് ചെയ്യണം. പ്രൂവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് റീഫണ്ടിനുള്ള പൈസ മാത്രമേ കിട്ടുള്ളൂ. അതിന് ബിയോണ്ട് റീഫണ്ടിന് മുകളിൽ ഒരു ഡിഗ്രി കോടതി കൊടുക്കില്ല. അതിന് ഈ റീഫണ്ട് കൂടാതെ എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ, അതായത് കോൺട്രാക്ട് പ്രൈസും മാർക്കറ്റ് പ്രൈസും തമ്മിലൊരു ഡിഫറൻസ് ഉണ്ടെന്നുള്ളത് പ്രൂവ് ചെയ്യണം. കോടതിയിൽ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിഫറൻസ് കൂടെ പ്രൈസിന്റെ കൂടെ ആഡ് ചെയ്ത് കിട്ടും. അല്ലെങ്കിൽ ബിയോണ്ട് ദ റീഫണ്ട് ഓഫ് ദ പ്രൈസ് ഒരു ഡിഗ്രി കോടതി നോർമൽ കേസിൽ കൊടുക്കില്ല. ദ ഫാക്ട് ദാറ്റ് ദ ബയർ ഹാസ് അഗ്രീഡ് ടു റീസെൽ ദ ഗുഡ്സ് അറ്റ് എ പ്രോഫിറ്റ് ആൻഡ് ഇനി ഇപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്ന സെല്ലർ ബയറിന് കൊടുക്കും, പക്ഷെ ബയറിന് ചിലപ്പം ഇത് റീസെൽ ചെയ്യാൻ ഒരു ഉദ്ദേശം ഉണ്ടാവും. ആ റീസെല്ലിൽ ചിലപ്പം അയാൾക്ക് പ്രോഫിറ്റ് കിട്ടുമായിരിക്കാം. അങ്ങനത്തെ ഒക്കെ കണ്ടീഷൻസ് ഉണ്ടല്ലോ. ഇപ്പൊ സെല്ലറും ബയറും തമ്മിൽ ഒരു കോൺട്രാക്ട്, ബയർ കുറച്ച് ഗുഡ്സ് മേടിക്കുക, അത് ചിലപ്പോൾ അയാൾക്ക് വേറൊരാൾക്ക് റീസെൽ ചെയ്ത് അതിൻ്റെ അകത്ത് നിന്ന് അയാൾക്ക് പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യത ഉണ്ടാവുമായിരിക്കാം.
അപ്പം ഇവിടെ സെല്ലർ ഡെലിവറി ചെയ്തില്ല എന്ന് വെക്കുക. സെല്ലർ ഡെലിവറി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇയാൾക്ക് ഇത് റീസെൽ ചെയ്യാൻ പറ്റില്ല, അയാൾക്ക് ആ പ്രോഫിറ്റ് നഷ്ടപ്പെടും. ഈ പ്രോഫിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റൂ, സെല്ലറിന്റെ അടുത്ത് സ്യൂ ചെയ്യാൻ പറ്റൂ. അതാണ് the fact that the buyer has agreed to resell the goods at a profit and has lost that profit by result of seller's breach is generally ignored. അതൊന്നും എടുക്കാൻ പറ്റില്ല, അത് ഇഗ്നോർ ചെയ്യും. അപ്പം നിങ്ങൾ ഡെലിവറി ചെയ്യാത്തതുകൊണ്ട് എനിക്ക് അപ്പുറത്തേക്ക് ഡെലിവറി ചെയ്യാൻ പറ്റിയില്ല, എനിക്ക് ആ പ്രോഫിറ്റ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതൊന്നും എടുക്കാൻ പറ്റില്ല. But where the possibility of subsale is actually mentioned in the contract so that the seller is aware of it, then the buyer may recover damages reflecting not only the profits of the subsale but also the damages he has paid to the sub buyer. അപ്പോൾ ജനറൽ കേസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, is generally ignored. ഇനി ഒരു കോൺട്രാക്ട് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഈ ബയർ പറയാണ് കോൺട്രാക്ട്, സോ ദാറ്റ് ദ സെല്ലർ ഈസ് അവെയർ ഓഫ് ഇറ്റ്. സെല്ലറിന് അറിയാം, അത് കോൺട്രാക്റ്റിൽ ആക്ച്വലി മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്ത്? പോസിബിലിറ്റി ഓഫ് സബ്സൈഡ് കോൺട്രാക്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, സെല്ലർ അവെയർ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബയറിന് റിക്കവർ ചെയ്യാൻ പറ്റും. നോട്ട് ഓൺ ഈ പ്രോഫിറ്റ്സ് മാത്രമല്ല, പ്രോഫിറ്റ്സ് പ്ലസ് ഈ റീസെല് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ചിലപ്പോൾ ഇയാൾക്ക് ഡാമേജസ് കൊടുക്കേണ്ടി വന്നിട്ടുണ്ടാവും മറ്റേയാൾക്ക്. ആ ഡാമേജസ് വരെ ക്ലെയിം ചെയ്യാൻ പറ്റും. Not only the profits of subsale but also the damages he has paid to the sub-buyer. Okay. Similarly, suppose the market ഇല്ലാത്ത ഗുഡ്സ് ആണെങ്കിൽ, ഇത്രയും നേരം നമ്മൾ മാർക്കറ്റുള്ള ഗുഡ്സിന്റെ കാര്യമാണ് പറഞ്ഞത്. അതായത് മാർക്കറ്റിലുള്ള ഗുഡ്സ് ആണെങ്കിൽ അപ്പോൾ നമുക്ക് അതിന്റെ ഡിഫറൻസ് എടുക്കാൻ എളുപ്പമാണ്. പക്ഷെ ഇപ്പൊ മാർക്കറ്റ് ഇല്ലാത്ത ഗുഡ്സ് ആണെന്ന് വെക്കുക, അപ്പൊ എന്ത് ചെയ്യും? ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ കോൺട്രാക്ട് ആൻഡ് ദ മാർക്കറ്റ് പ്രൈസ് കനോട്ട് ബി അസർട്ടൈൻ. നമുക്ക് അസർട്ടൈൻ ചെയ്യാൻ പറ്റില്ല, കാരണം മാർക്കറ്റിലുള്ള ഗുഡ്സ് അല്ല. അപ്പൊ എന്ത് ചെയ്യും? ദ ബയർ മേ ബി അലൗഡ് കോമ്പൻസേഷൻ ഫോർ ലോസ് ഓഫ് പ്രോഫിറ്റ് വിച്ച് മേ ബി കാൽക്കുലേറ്റഡ് അക്കോർഡിംഗ് ടു ദ പ്രൈസ് അറ്റ് വിച്ച് ഹി ഹാഡ് കോൺട്രാക്ട് ടു റീസെൽ ദ ഗുഡ്സ്. അപ്പം ഇവിടെ ഒരു സെല്ലർ ഉണ്ട്, ബയർ ഉണ്ട്, അയാൾ അത് റീസെൽ ചെയ്യാൻ പോവാണ്. അപ്പം അയാൾ റീസെല് ചെയ്യാൻ ഉദ്ദേശിച്ച ദ പ്രൈസ് അറ്റ് വിച്ച് ഹി ഹാഡ് കോൺട്രാക്ട് ടു റീസെൽ ദ ഗുഡ്സ്, ഈ റീസെല് ചെയ്യാൻ അയാൾ ഒരു പ്രൈസ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുമല്ലോ. ആ പ്രൈസിനെ വെച്ചിട്ട് അയാളുടെ കോമ്പൻസേഷൻ തീരുമാനിക്കുക. അതായത് ബയർ മേ ബി അലൗഡ് കോമ്പൻസേഷൻ ഫോർ ലോസ് ഓഫ് പ്രോഫിറ്റ് വിച്ച് മേ ബി കാൽക്കുലേറ്റഡ്. അപ്പോൾ ഇയാളിപ്പോൾ സപ്പോസ് 100 രൂപയ്ക്ക് മേടിച്ച് 110 രൂപയ്ക്ക് വിൽക്കാനാണ് അയാൾ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ 100 രൂപയ്ക്ക് മേടിച്ച് 110 രൂപയ്ക്ക് കൊടുത്തിരുന്നെങ്കിൽ 10 രൂപ പ്രോഫിറ്റ് കിട്ടുമായിരുന്നു. ആ പ്രോഫിറ്റ് അയാൾക്ക് കോമ്പൻസേഷൻ ആയിട്ട് കൊടുക്കും. ആ ലോസ്, കാരണം ആ 10 രൂപ നഷ്ടം വന്നല്ലോ, ആ ലോസ് മേ ബി അലൗഡ് കോമ്പൻസേഷൻ ഫോർ ലോസ് ഓഫ് പ്രോഫിറ്റ്. അയാൾക്ക് ആ 10 രൂപ നഷ്ടമായി, അത് കോമ്പൻസേഷൻ ആയിട്ട് അലൗ ചെയ്യും. which may be calculated according to the price at which he had contracted to resell the goods. 110 രൂപയ്ക്കാണ് അയാൾ റീസെൽ ചെയ്യാൻ കോൺട്രാക്ട് ചെയ്തത്, 100 രൂപയ്ക്ക് മേടിക്കാണ്, 10 രൂപ അയാൾക്ക് ലാഭം ഉണ്ടാവുമായിരുന്നു, ആ 10 രൂപ നഷ്ടം വന്നു, ആ നഷ്ടത്തിന് കോമ്പൻസേഷൻ അലൗ ചെയ്യും. ഇനി the court may reduce the amount if it is unreasonably excessive. ഇനിയിപ്പോ ഈ 110 എന്നുള്ളത് 1100 എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ കോർട്ട് റെഡ്യൂസ് ചെയ്യും. 100 രൂപയുടെ സാധനം മേടിച്ചിട്ട് 1000 രൂപയ്ക്കൊന്നും വിൽക്കാൻ പറ്റില്ല. അൺറീസണബിൾ ആണെങ്കിൽ കോർട്ടിന് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അത് ഡാമേജസ് ഫിക്സ് ചെയ്യുന്നതിൽ എപ്പോഴും കോർട്ടിന് നല്ല ഒരു റോൾ ഉണ്ട്. ദ ബയർ ഈസ് ഓഫ് കോഴ്സ് അണ്ടർ, ഇനി ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അത് അടുത്ത ടോപ്പിക് ആയിട്ട് വരുന്ന ഡ്യൂട്ടി ഓഫ് മിറ്റിഗേഷൻ. ദ ബയർ ഈസ് ഓഫ് കോഴ്സ് അണ്ടർ എ ഡ്യൂട്ടി ടു മിറ്റിഗേറ്റ് ഹിസ് ലോസ് by taking available reasonable steps. At the same time, he cannot be compelled to do so at the cost of his business reputation. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ബയറിന്റെ അടുത്ത് ഗുഡ്സ് ഇരിക്കുകയാണ്. ദ കോർട്ട് മേ റെഡ്യൂസ് ദ എമൗണ്ട് ഇഫ് ഇറ്റ് ഇസ് ബയർ ഈസ് ഓഫ് കോഴ്സ് അണ്ടർ ഡ്യൂട്ടി. അപ്പം ഇയാൾ ഡെലിവറി വന്നില്ല, അപ്പൊ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഈ ഡെലിവറി വരാത്ത കാരണം ഇയാൾക്കൊരു നഷ്ടം വരാൻ പോവാണ്. അപ്പൊ ആ നഷ്ടം മിറ്റിഗേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറയ്ക്കുക, അതിന്റെ എന്താ പറയാ സീരിയസ്നെസ് കുറയ്ക്കുക, അതിന്റെ എന്താ പറയാ മിറ്റിഗേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ ഇത് തീവ്രത കുറയ്ക്കുക. അപ്പൊ അയാൾക്ക് ഉണ്ടാവാൻ പോകുന്ന ആ ലോസ് മിറ്റിഗേറ്റ് ചെയ്യേണ്ട ഒരു ഡ്യൂട്ടി ബയറിനുണ്ട്. അല്ലാതെ ബയർ എന്താ പറയാ നോട്ട് ഇൻ ഗുഡ് ഫെയ്ത്ത് ആക്ട് ചെയ്യരുത്. അതായത് ഇപ്പം സെല്ലർ ആ സാധനം തന്നിരുന്നുവെങ്കിൽ അയാൾക്ക് വേറൊരു കാര്യം ചെയ്യാൻ പറ്റും, അത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അയാൾക്ക് കുറച്ച് നഷ്ടം ഉണ്ടായി. പക്ഷെ ഇപ്പൊ ഇവിടെ സെല്ലർ ഡീഫോൾട്ട് ചെയ്തു, സെല്ലർ ഡെലിവറി ചെയ്യുന്നില്ല, നോൺ ഡെലിവറിയാണ്. അപ്പം ഈ ബയർ ആദ്യം എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാളുടെ ഇത് ഡെലിവറി ചെയ്യാത്ത കാരണം ഇയാൾക്ക് വരാൻ പോകുന്ന നഷ്ടത്തിനെ എങ്ങനെയെങ്കിലും മിറ്റിഗേറ്റ് ചെയ്യിക്കാൻ അയാൾ ശ്രമിക്കണം.
അല്ലാതെ അയാളുടെ ഡീഫോൾട്ട് ചെയ്തിട്ട് എനിക്ക് കോടതിയിൽ പോവാം, അപ്പൊ എത്ര വേണമെങ്കിൽ കോടതിയിൽ നിന്ന് മേടിക്കാൻ, അങ്ങനെ പറ്റില്ല. കാരണം കോടതിക്ക് ഫീൽ ചെയ്യണം ഇങ്ങനെ സെല്ലറുടെ ഡീഫോൾട്ട് കാരണം ഇയാൾക്ക് ഇങ്ങനെ ഒരു ലോസ് ഉണ്ടായി, ആ ലോസ് മിറ്റിഗേറ്റ് ചെയ്യാനുള്ള ഡ്യൂട്ടി അയാൾക്കുണ്ട്, ആ ഡ്യൂട്ടി അയാൾ നിറവേറ്റിയിട്ടുണ്ട്. ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ബയർ അയാളെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന എല്ലാ റീസണബിൾ സ്റ്റെപ്സും അയാൾ എടുത്തിട്ടുണ്ട്. ബൈ ടേക്കിംഗ് അവൈലബിൾ റീസണബിൾ സ്റ്റെപ്സ്. ഓക്കെ, ബൈ ടേക്കിംഗ് അവൈലബിൾ റീസണബിൾ ആയിട്ടുള്ള സ്റ്റെപ്സ് എടുത്തിട്ട് അയാൾ ആ ഡ്യൂട്ടി മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. മിറ്റിഗേറ്റ് ഇസ് ലോ. അയാൾക്ക് അങ്ങനെ ഡ്യൂട്ടി ഉണ്ട്, അത് എപ്പോഴും ബയർ മനസ്സിലാക്കണം. പക്ഷേ അത് വിചാരിച്ചിട്ട് അയാളുടെ ബിസിനസ് റെപ്യൂട്ടേഷന്റെ കോസ്റ്റിൽ അയാളെ ഒന്നും ചെയ്യാൻ നിർബന്ധിക്കാൻ പറ്റില്ല. എങ്ങനെങ്കിലും ആ ലോസ് നികത്താൻ നോക്കണം. പക്ഷെ അത് വിചാരിച്ചിട്ട് ഇപ്പം എനിക്കൊരാളൊരു സാധനം സപ്ലൈ ചെയ്യാതെ എനിക്ക് റീസെല് ചെയ്യണം, അപ്പം മറ്റേയാൾ സപ്ലൈ ചെയ്തില്ല, അപ്പൊ റീസെല് ചെയ്യാൻ വേണ്ടി എന്തും ചെയ്യാൻ പറ്റില്ല. ആ ലോസ് അയാളുടെ ലോസ് നഷ്ടപ്പെടുത്താൻ വേണ്ടി. കാരണം കോടതി ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ആ വഴി നോക്കാഞ്ഞ, ഈ വഴി നോക്കാഞ്ഞ, നിങ്ങൾക്ക് വേറൊരു ഓൾട്ടർനേറ്റീവ് നോക്കായിരുന്നില്ലേ? അപ്പൊ അയാൾ പറയണം, അങ്ങനെ ഒരു ഓൾട്ടർനേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ എന്റെ ബിസിനസ് റെപ്യൂട്ടേഷൻ തന്നെ എഫക്ട് ചെയ്യുമെന്ന് കോടതി പ്രൂവ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതൊരു മിറ്റിഗേറ്റിംഗ് സർക്കിൾ അയാളെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്നത് ചെയ്തു എന്നുള്ളത് പറയാൻ പറ്റും. അതാണ് അവിടെ ഡ്യൂട്ടി ഓഫ് മിറ്റിഗേഷൻ എന്ന് പറയുന്നത്. ഡ്യൂട്ടി ഓഫ് മിറ്റിഗേഷനും പിന്നെ കോസ്റ്റ് ഓഫ് ബിസിനസ് റെപ്യൂട്ടേഷൻ. ഇനി ദ ഡ്യൂട്ടി ഓഫ് ബിസിനസ് മിറ്റിഗേഷൻ എന്താന്ന് ഇവിടെ പറയുന്നുണ്ട്. ദ ഡ്യൂട്ടി ഓഫ് മിറ്റിഗേഷൻ റിക്വയർസ് ബയറിന്റെ ലോസ് ഷുഡ് ബി കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് പ്രിവെയിലിംഗ്. അതായത് ഈ ബ്രീച്ച് നടക്കുന്ന ദിവസത്തിന്റെ ഓൺ ദ ഡേ ഓഫ് ബ്രീച്ച് നടക്കുന്ന ദിവസത്തിന്റെ പ്രിവെയിലിംഗ് പ്രൈസിന്റെ ബേസിസിലാണ് ബയറിന്റെ ലോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ബയർ എന്ത് ചെയ്യണം? ഷുഡ് കീപ് ഹിസ് ലോസ് ടു ദ മിനിമം by purchasing his requirements on the day of breach from alternative sources. അപ്പൊ വേറെ ഏതെങ്കിലും സോഴ്സിൽ അയാൾ ഇത് മേടിക്കാൻ നോക്കണം, അയാളുടെ ലോസ് മിനിമത്തിൽ വെക്കാൻ വേണ്ടിയിട്ട് ഷുഡ് കീപ് ഹിസ് ലോസ് ബൈ പർച്ചേസിംഗ് ഹിസ് ഓൺ ദ ഡേ ഓഫ് ബ്രീച്ച് ഫ്രം ഓൾട്ടർനേറ്റീവ് സോഴ്സസ്. ദ ഡിലേയിങ് ബയർ, അപ്പം ഈ ബയർ ഡിലേ ചെയ്ത് കഴിഞ്ഞാൽ ഇൻ എ ഫ്ലക്ച്വേറ്റിംഗ് മാർക്കറ്റ് വിൽ ഗെയിൻ ഇഫ് ദ മാർക്കറ്റ് ഫോൾ. അപ്പം മാർക്കറ്റ് ഫോൾ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് പ്രൈസ് കുറയുകയാണെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് ഗെയിൻ വരും. ആൻഡ് ലൂസ് ഇഫ് ഇറ്റ് റൈസസ്. മാർക്കറ്റിൽ പ്രൈസ് കൂടുകയാണെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് അത് നഷ്ടം വരും, കാരണം ഇയാളെ കൂടുതൽ പൈസ കൊടുത്ത് മേടിക്കേണ്ടി വരും. ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് ഹി ഷുഡ് ആക്ച്വലി അഫക്ട് ദ പർച്ചേസ്. ഇനി ഇത് പർച്ചേസ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമൊന്നുമില്ല. ദ ബയർ ഷുഡ് നോട്ട് ബി കോൾഡ് അപ്പോൺ ടു റിസ്ക് ഹിസ് ക്യാപിറ്റൽ ഇൻ ദ സർവീസ് ഓഫ് ഡിമിനിഷിംഗ് ദ സെല്ലേഴ്സ് ലയബിലിറ്റി. അതാണ് അത് ഇമ്പോർട്ടന്റ് ആണത്. അതായത് അങ്ങനെ വേണമെന്നില്ല, സെല്ലറിന്റെ ലയബിലിറ്റി ആണത്. ശരിക്കും അയാൾ സമയത്തിന് ഇത് ചെയ്തില്ല. ഇനി സെല്ലറിന്റെ ലയബിലിറ്റി ഡിമിനിഷ് ചെയ്യിക്കുന്നതിന് വേണ്ടി ബയറിന്റെ അടുത്ത് ഒരിക്കലും ആവശ്യപ്പെടാൻ പറ്റില്ല അയാളുടെ ക്യാപിറ്റല് റിസ്ക് ചെയ്യണമെന്ന്. എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അയാള് സെല്ലറിന്റെ അടുത്ത് അത് മേടിക്കുന്നില്ല. സെല്ലറിന്റെ ലയബിലിറ്റി ഡിമിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഇതിപ്പം ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു 100 രൂപയുടെ സാധനമാണ് വിറ്റത്, ഇത് 110 രൂപയ്ക്ക് അയാൾക്ക് റീസെൽ ചെയ്യാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കോൺട്രാക്ട് ഉണ്ടെന്ന് വെക്കാം. ഇപ്പൊ 100 രൂപയ്ക്ക് അയാൾ സപ്ലൈ ചെയ്തില്ല. അപ്പൊ ഇവിടെ നിൽക്കുന്ന ഈ ബയറിന് വേണമെങ്കിൽ 105 രൂപയ്ക്ക് ഒരു 105 റുപ്പീസിന് ഒരു സാധനം മേടിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുക. ഒരു സംഭവം അതിന്റെ ക്വാളിറ്റി നല്ലതല്ല, അത് അയാളുടെ ബിസിനസ് റെപ്യൂട്ടേഷനെ ബാധിക്കും. അയാൾ അത് ഫോർവേഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ 105 രൂപയ്ക്ക്. അപ്പം അല്ലെങ്കിൽ ഒരു സബ്സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയുള്ള സാധനം മേടിക്കുകയാണ്. അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് അയാളുടെ ക്യാപിറ്റലും റിസ്ക് ചെയ്യാണ്. എന്തിന്? ഇത് സെല്ലറിന്റെ ലയബിലിറ്റി ഡിമിനിഷ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇപ്പം ഇത് 100 റുപ്പീസിന് തന്നെ ഇയാൾക്ക് വേറൊരു സ്ഥലത്ത് നിന്ന് കിട്ടാനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന് വെക്കുക ഈ ബയറിന്. പക്ഷെ അതിന്റെ ക്വാളിറ്റി അത്ര നല്ലതല്ല. അപ്പൊ അയാളുടെ ക്യാപിറ്റൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് അത് മേടിച്ച് മുന്നോട്ട് കൊടുക്കാൻ വേണ്ടി ഇതൊക്കെ എന്തിനാ അയാൾ ചെയ്യുന്നത്? അയാളെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്നത് ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടി. പക്ഷെ ഇൻ ദ പ്രോസസ് ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് അയാളുടെ റെപ്യൂട്ടേഷനെ മോശമായിട്ട് ബാധിക്കുന്ന രീതിയിൽ ഒന്നും ചെയ്യണമെന്നില്ല. രണ്ടാമത്, ഇയാൾ ഇങ്ങനെ സെല്ലറിന്റെ ലയബിലിറ്റി ഡിമിനിഷ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അയാളുടെ 100 രൂപ ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇതാണ് പറയുന്നത്. ദ റൂൾ സ്റ്റേറ്റ്സ് ദാറ്റ് in the sale of goods act do not require the seller to dispose of the goods at once. അതുകൊണ്ട് on the buyer's breach or the buyer to buy elsewhere at once after the seller's breach. ഇത് important ആണ്. അതായത് the rule states in the sale of goods act do not require the buyer to buy elsewhere at once after the seller's breach.
സെല്ലർ ഇന്ന് ബ്രീച്ച് ചെയ്തോന്ന് വെക്കുക, പെട്ടെന്ന് തന്നെ പോയിട്ട് എവിടുന്നെങ്കിലും ഇത് മേടിക്കണം എന്നൊന്നുമില്ല. നമുക്ക് ഒരു സാവധാനം, അതിനൊരു റീസണബിൾ ആയിട്ടുള്ള ഒരു ടൈം ഉണ്ട്. ഇപ്പൊ ചിലപ്പോൾ നാളെ ആകുമ്പോഴേക്ക് ഭയങ്കരമായിട്ട് മാർക്കറ്റ് ഇതായി അതിന്റെ പ്രൈസ് കൂടിയെന്ന് വെക്കുക, അയാൾക്ക് നഷ്ടം വരും. ആ നഷ്ടം സെല്ലർ നികത്തേണ്ടി വരും. അല്ല സെല്ലറിന് പറയാൻ പറ്റില്ല ഞാൻ ബ്രീച്ച് ചെയ്ത് അന്ന് തന്നെ അയാൾ പോയി മേടിക്കണമായിരുന്നു, അതൊന്നും പറ്റില്ല. അതേമാതിരി തന്നെ ഡു നോട്ട് റിക്വയർ ദ സെല്ലർ ടു ഡിസ്പോസ് ഓഫ് ദ ഗുഡ്സ് അറ്റ് വൺസ് ദ ബയേഴ്സ് ബ്രീച്ച്. അതെന്താണ്, ബയർ സാധനം ഡെലിവറി ചെയ്തപ്പോൾ അയാൾ സ്വീകരിച്ചില്ല, അപ്പൊ തിരിച്ചു വന്ന് അയാളുടെ ഗോഡൌൺ കിടക്കുകയാണ്, അപ്പൊ അയാൾ അത് വിൽക്കാൻ, അപ്പൊ ശരിക്കും അവിടെ ബയറിന്റെ ഒരു ബ്രീച്ച് വരികയാണ്. അപ്പം ബയറിന്റെ ആ ബ്രീച്ച് വന്ന അപ്പൊ തന്നെ ഇയാൾ ഇത് വിറ്റ് തീർക്കണം എന്നൊന്നുമില്ല, റീസണബിൾ ആയിട്ടുള്ള ഒരു ടൈം എടുക്കാം. അല്ലാതെ ഡ്യൂട്ടി ഓഫ് മിറ്റിഗേഷൻ ഒരു ഡ്യൂട്ടി ഉണ്ട്, പക്ഷെ ആ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് തന്നെ നഷ്ടം വരുത്തുന്ന രീതിയിൽ, അയാളുടെ ഗുഡ് വില്ല് പോകുന്ന രീതിയിൽ, അല്ലെങ്കിൽ അയാളുടെ ക്യാപിറ്റൽ റിസ്കിൽ വരുത്തുന്ന രീതിയിൽ അങ്ങനെ അത് ചെയ്യേണ്ട ആവശ്യമില്ല, അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സെക്ഷൻ 58 കഴിഞ്ഞു, 57 കഴിഞ്ഞു. 57 ആയിരുന്നു എന്ത്, ഇത് ഡാമേജസ് ഫോർ നോൺ ഡെലിവറി. ഡെലിവറി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇനി റെമഡി ഫോർ ബ്രീച്ച് ഓഫ് വാറണ്ടി. സ്പെസിഫിക് പെർഫോമൻസ് കൊടുത്തിട്ടില്ലേ, സ്പെസിഫിക് 57 കഴിഞ്ഞ് 59 കഴിഞ്ഞിട്ടാണ് 58 എഴുതിയിരിക്കുന്നത്. ഓക്കെ, ശരി, എന്നാ 59 നോക്കാം. 59 എന്ന് പറയുന്നത് റെമഡി ഫോർ ബ്രീച്ച് ഓഫ് വാറണ്ടി. അപ്പൊ അതൊന്ന് വായിക്കണം, നമ്മൾ വായിച്ചിട്ടില്ലാന്ന് തോന്നുന്നു. റെമഡി ഫോർ ബ്രീച്ച് ഓഫ് വാറണ്ടി. അപ്പം രണ്ട് തരത്തിലുള്ള ബ്രീച്ച് ഉണ്ട് നമുക്കറിയാലോ, കണ്ടീഷൻ ബ്രീച്ച് ഉണ്ട്, വാറണ്ടി ബ്രീച്ച് ഉണ്ട്. ഇവിടെ വാറണ്ടി ബ്രീച്ച് ചെയ്താലാണ് റെമഡി വരുന്നത്. കണ്ടീഷൻ ബ്രീച്ച് ചെയ്താൽ എന്ത് പറ്റും, കണ്ടീഷൻ ബ്രീച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗുഡ്സ് തന്നെ തിരിച്ചയക്കാൻ പറ്റും, നമുക്ക് ഗുഡ്സ് റിജക്ട് ചെയ്തിട്ട് കോൺട്രാക്ട് റെപ്യൂഡിയേറ്റ് ചെയ്യാൻ പറ്റും. ബ്രീച്ച് ഓഫ് വാറണ്ടി വരുമ്പോഴാണ് റെമഡി ഫോർ ഡാമേജസ് വരുന്നത്, അതാണ് അത് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി where there is a breach of warranty by the seller, where there is a breach of warranty by the seller ഒരു breach of warranty ചെയ്തു, അല്ലെങ്കിൽ buyer elect ചെയ്യാണ് or is compelled to treat any breach of condition as on part of the seller. അങ്ങനെയും നമുക്ക് ചെയ്യാലോ, അത് നമ്മൾ അതിൽ പഠിച്ചതാ കണ്ടീഷണൽ വാറണ്ടിയിൽ. ഒന്നുകിൽ സെല്ലർ ബ്രീച്ച് ഓഫ് വാറണ്ടി ചെയ്യാണ്, അല്ലെങ്കിൽ ബയർ എലക്ട് ചെയ്യാണ്, അല്ലെങ്കിൽ അയാളെ തന്നെ കമ്പൽ ചെയ്യിക്കുകയാണ് എന്ത്, ടു ട്രീറ്റ് എനി ബ്രീച്ച് ഓഫ് എ കണ്ടീഷൻ ഓൺ ദ പാർട്ട് ഓഫ് ദ സെല്ലർ ആസ് എ ബ്രീച്ച് ഓഫ് വാറണ്ടി. സെല്ലറിന്റെ ഭാഗത്തുള്ള ഏതെങ്കിലും ഒരു ബ്രീച്ച് ഓഫ് കണ്ടീഷനെ ബ്രീച്ച് ഓഫ് വാറണ്ടി ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ കമ്പൽഡ് ആവുകയാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ദ ബയർ ഇസ് നോട്ട് by reason only of such breach of warranty, entitled to reject the goods what he may. അപ്പം അങ്ങനത്തെ ഒരു കേസിൽ ബയറിന് ഈസ് നോട്ട് എൻടൈറ്റിൽഡ് ടു റിജക്ട് ഗുഡ്സ്, ബയറിന് ഗുഡ്സ് റിജക്ട് ചെയ്യാനൊന്നും പറ്റില്ല ബൈ റീസൺ ഓഫ് ഓൺലി ഓഫ് സച്ച് ബ്രീച്ച് ഓഫ് വാറണ്ടി. ആ ഒരു ബ്രീച്ച് ഓഫ് വാറണ്ടി വന്നത് കൊണ്ട് മാത്രം അയാൾ എൻടൈറ്റിൽഡ് ആവുന്നില്ല ഗുഡ്സ് റിജക്ട് ചെയ്യാൻ. ഓക്കെ, നോട്ട് എൻടൈറ്റിൽഡ് ടു റിജക്ട് ദ ഗുഡ്സ്. പക്ഷെ അയാൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, is not entitled to reject the goods. What he can do something else. Adenda set up against the seller the breach of warranty. ഈ സെല്ലറിന് അഗെയിൻസ്റ്റ് അയാൾക്ക് ബ്രീച്ച് ഓഫ് വാറണ്ടി സെറ്റപ്പ് ചെയ്യുക എങ്ങനെ, ഇൻ ഡിമ്യൂണിഷൻ ഓർ എക്സ്റ്റൻഷൻ ഓഫ് ദ പ്രൈസ്. ഇവർ തമ്മിലൊരു പ്രൈസ് ഉണ്ടാവുമല്ലോ, ഇപ്പൊ സെല്ലറും ബയറും തമ്മിലൊരു പ്രൈസ് ആയിരിക്കുമല്ലോ ഫിക്സ് ചെയ്തിട്ടുണ്ടാവുക. അയാൾക്ക് പറയാൻ പറ്റും, ബയർക്ക് നിങ്ങളുടെ വാറണ്ടി ബ്രീച്ച് ചെയ്തു, അപ്പൊ നിങ്ങൾ ആ പറഞ്ഞ പ്രൈസ് എടുക്കല്ല, കുറച്ച് കുറയ്ക്കി, ഡിമിനിഷൻ ഓർ എക്സ്റ്റൻഷൻ. അപ്പൊ അത് അയാൾക്ക് ആവശ്യപ്പെടാം. ഇപ്പൊ 100 രൂപയ്ക്കാണ് ഒരു സാധനം സപ്ലൈ ചെയ്തത്, അത് 90 rupees ആക്കാൻ, അല്ലെങ്കിൽ അത് ഡിമിന്യൂട്ട് ചെയ്യാൻ. ഡിമിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറയ്ക്കുക, ആ പ്രൈസ് കുറയ്ക്കാൻ വേണ്ടി പറയാൻ ആവശ്യപ്പെടാൻ പറ്റും. രണ്ടാമത് എന്ത് ചെയ്യാൻ പറ്റും, sue the seller for damages of breach of warranty. Okay, അയാൾക്കെതിരെ sue ചെയ്യാൻ പറ്റും breach of warranty against. The fact that a buyer has set up a breach of warranty in diminution or extension of the price does not prevent him from suing for the same breach of warranty if he has suffered further damage. അതായത് ഇപ്പൊ ഒരു ബ്രീച്ച് ഓഫ് വാറണ്ടി ചെയ്തു, ആ ബ്രീച്ച് ഓഫ് വാറണ്ടി കാരണം ഇയാള് ഈ പ്രൈസിന്റെ ഡിമിനിഷൻ ആവശ്യപ്പെട്ടു, അങ്ങനെ അത് സെല്ലർ സമ്മതിച്ചു എന്ന് വെക്കുക. അതുകൊണ്ട് that does not prevent the buyer from suing for the same breach of warranty. ഇയാള് ബയറിന് ഈ സെല്ലറിന്റെ അടുത്ത് ഇത് ഡിമിന്യൂട്ട് ചെയ്ത് എടുക്കാം,
അങ്ങനെ ഡിമിന്യൂട്ട് ചെയ്തത് കൊണ്ട് അയാൾക്ക് സെയിം ബ്രീച്ച് ഓഫ് വാറണ്ടിക്ക് ഇയാൾക്കെതിരെ സൂ ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. ഡസ് നോട്ട് പ്രിവെന്റ് ഹിം. അതിനെ പ്രിവെന്റ് ചെയ്യില്ല. കാരണം എന്താ, അയാൾക്ക് ഫർദർ ഇഫ് ഹി ഹാസ് സഫേർഡ് ഫർദർ ഡാമേജ്. ഓക്കെ, ഇങ്ങനെ ഡിമിന്യൂട്ട് ചെയ്തത് കൊണ്ട് അയാളുടെ ആ നഷ്ടം മുഴുവൻ, അയാൾക്ക് വന്ന ഡാമേജസ് മുഴുവൻ നികത്തുന്നു പോകുന്നില്ല, കംപ്ലീറ്റ് കോമ്പൻസേറ്റ് ആവുന്നില്ല. അപ്പം ഇയാൾക്ക് ഡിമിനിഷനും ആവശ്യപ്പെടാം. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അതേ ബ്രീച്ച് ഓഫ് വാറണ്ടി, ഏത് ബ്രീച്ച് ഓഫ് വാറണ്ടീനെ സെറ്റപ്പ് ചെയ്തിട്ടാണോ അയാൾ ഡിമിനിഷൻ ചെയ്തത് പ്രൈസിന്റെ, അതേ ബ്രീച്ച് ഓഫ് വാറണ്ടിയിൽ തന്നെ അയാൾക്ക് ഈ സെല്ലറിനെ സ്യൂ ചെയ്യുകയും ചെയ്യാം. പക്ഷെ ഒറ്റ കാര്യം, അങ്ങനെ ഡിമിനിഷൻ ചെയ്തതിന്റെ ശേഷം അയാളെ ചെയ്തത് കൊണ്ട് മാത്രം അയാളുടെ കോമ്പൻസേഷൻ ലോസ് എല്ലാം കോമ്പൻസേറ്റ് ആയിട്ടുണ്ടായിരിക്കരുത്. അതൊക്കെ ഫർദർ ഡാമേജസ് അയാൾ സഫർ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് അയാൾ സ്യൂ ചെയ്യുന്നത്. ഇത്രയാണ് റെമഡി ഫോർ ബ്രീച്ച് ഓഫ് വാറണ്ടിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ബുക്ക് നോക്കാം. ഇതിൻ്റെ അകത്തൊരു കേസ് ഉണ്ട്, മേസൺ വേഴ്സസ് ബർണിംഗ്ഹാം. ഈ കേസിലും എഴുതണം. ഓക്കെ, അപ്പം ഈ ആദ്യത്തെ സംഭവം ഡയറക്റ്റ് കോപ്പിയാണ്. അത് നമ്മൾ വായിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ഹി ക്യാൻ സെറ്റ് അപ്പ് ഫോർ ദ ബ്രീച്ച് എക്സ്റ്റൻഷൻ ഓഫ് ദ പ്രൈസ് പേയബിൾ ബൈ ഹിം. And if the loss suffered by him is more than the price, he may sue the seller. അതാണ് നമ്മൾ പറഞ്ഞത്. അതിനേക്കാളും കൂടുതലാണെങ്കിൽ സ്യൂ ചെയ്യാം, എക്സ്റ്റൻഷൻ മേടിക്കാം. ഇഫ് ഹി ഹാസ് ഓൾറെഡി പെയ്ഡ് ദ പ്രൈസ്, ഹിസ് ഓൺലി റെമഡി ഇസ് ദ ആക്ഷൻ ഫോർ ഡാമേജ്. അതുകൊണ്ട് ഇപ്പൊ അയാൾ പൈസ കൊടുത്തു പോയി നിൽക്കുക ഓൾറെഡി. ഇപ്പൊ പൈസ കൊടുക്കാത്ത കേസിൽ ഇത് ഡിമിനേറ്റ് ചെയ്യാൻ പറയാൻ പറ്റുള്ളൂ, നിങ്ങൾ പ്രൈസ് കുറയ്ക്കൂ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അയാൾ ഓൾറെഡി ഫുൾ പൈസ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ, അതാണ് ഇഫ് ഹി ഹാസ് ഓൾറെഡി പെയ്ഡ് ദ പ്രൈസ്, ഇനി ഒരു വഴിയില്ല, സ്യൂ ചെയ്യുക, ആക്ഷൻ ഫോർ ഡാമേജസ്. ആ പൈസ അങ്ങ് തിരിച്ചു തരാൻ പറയുകയെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഡാമേജസ്, പൈസ തിരിച്ചു തരാനല്ല, അതിൻ്റെ ഡാമേജസിന് വേണ്ടിയിട്ട് റെമഡി ആക്ഷൻ സ്യൂ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. മറ്റേത് ആൾക്കാർ ഡിമിന്യൂട്ട് ചെയ്തിട്ട് അത്ര പൈസ മാത്രം കൊടുത്താൽ മതി. അതിലും നിൽക്കുന്നില്ല, അതിൻ്റെ ഡാമേജസ് ഉണ്ടെന്നുണ്ടെങ്കിലാണ് പിന്നെ സ്യൂ ചെയ്യേണ്ട ആവശ്യം വരുന്നത്. സപ്പോസ് പൈസ മുഴുവൻ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആകെയുള്ള റെമഡി എന്ന് പറഞ്ഞാൽ ഡാമേജസിനുള്ള ആക്ഷനാണ്. ഇനി മേസൺ വേഴ്സസ് ബർണിംഗ്ഹാം കേസിൽ ഒരു സെക്കൻഡ് ഹാൻഡ് ടൈപ്പ് റൈറ്റർ മേടിച്ചു ബയർ. എന്നിട്ട് സെക്കൻഡ് ഹാൻഡ് മേടിച്ച് അതിൻ്റെ അത് കുറേ റിപ്പയർ ഒക്കെ ചെയ്തു. പെട്ടെന്ന് ഒരു ദിവസം ടൈപ്പ് റൈറ്റർ വന്നിട്ട് ഒരു പോലീസുകാർ എടുത്തുകൊണ്ട് പോയി. എന്താ പറയുക, സ്റ്റോളൻ പ്രോപ്പർട്ടിയാണ് നിങ്ങളുടെ, അത് വേറൊരാളാണ് അതിനൊരു ട്രൂ ഓണർ. അപ്പോൾ ഇത് ശരിക്കും എന്താണ്, ദിസ് വാസ് എ ബ്രീച്ച് ഓൺ ദ പാർട്ട് ഓഫ് ദ സെല്ലർ. ഇതൊരു ബ്രീച്ച് ഓഫ് വാറണ്ടിയാണ്. നമ്മൾ പഠിച്ചത് ബ്രീച്ച് ഓഫ് വാറണ്ടിയിൽ. കാരണം അതായത് വാറണ്ടി ഓഫ് ക്വയറ്റ് പൊസഷൻ, അങ്ങനെ ഒരു സംഭവം ഉണ്ട്, ക്വയറ്റ് പൊസഷൻ. സ്വൈര്യമായിട്ട് ഇരുന്നിട്ട് ആ ടൈപ്പ് റൈറ്റർ യൂസ് ചെയ്യാൻ അയാൾക്ക് പറ്റുന്നില്ല, ക്വയറ്റ് പൊസഷൻ അയാൾക്ക് സാധിക്കുന്നില്ല, അത് വയലേറ്റ് ചെയ്തു, അത് ഇൻഫ്രിഞ്ച് ചെയ്യപ്പെട്ടു. സോ ദാറ്റ് ഈസ് എ ബ്രീച്ച് ഓഫ് വാറണ്ടി. അപ്പോൾ ഇവിടെ സെല്ലറിന്റെ ഭാഗത്തൊരു ബ്രീച്ച് ഓഫ് വാറണ്ടി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യാം, ഡാമേജസ് ക്ലെയിം ചെയ്യാം. സെല്ലറിന്റെ ഭാഗത്ത് നിന്ന് ബ്രീച്ച്. അപ്പോൾ അയാൾ എന്താ ചെയ്ത്, അവർക്ക് എന്ത് കിട്ടി, ഷീ വാസ് ഹെൽഡ് എൻടൈറ്റിൽഡ്, ആ ഡാമേജസ് അവർക്ക് കിട്ടി, ഇൻക്ലൂഡിങ് ദ കോസ്റ്റ് ഓഫ് റിപ്പയർ. അതായത് അവർ ആ ടൈപ്പ് റൈറ്റർ മേടിച്ച പൈസ അവർക്ക് കിട്ടി, അത് കൂടാതെ അവർ കുറച്ച് റിപ്പയറിന് പൈസ ചിലവാക്കിയില്ല, അതും ഒക്കെ കിട്ടി. ഷീ ഡിഡ് ദ നാച്ചുറൽ തിങ് ഇൻ ഹാവിങ് ദ ടൈപ്പ് റൈറ്റർ റിപ്പയർ. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു സംഭവം ഉണ്ട്. ഇതിൻ്റെ അകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡയറക്ട്ലി അപ്പോൾ ഇവർ കുറച്ച് റിപ്പയർ ചെയ്തു എന്ന് പറഞ്ഞില്ലേ, എന്ത് ചെയ്താലും കോടതി പൈസ കൊടുക്കൂ? ഇല്ല, ഡയറക്ട്ലി ആൻഡ് നാച്ചുറലി റിസൾട്ടിങ് ഫ്രം ദ ബ്രീച്ച് മാത്രമേ കൊടുക്കുള്ളൂ. അതായത് ഇപ്പോൾ നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് ടൈപ്പ് റൈറ്റർ മേടിച്ചിട്ട് അത് ഓവറോൾ ചെയ്യുക, അതൊന്ന് അത്യാവശ്യം നേരെയാക്കി എടുക്കുക എന്നുള്ളത് ഒരു ഡയറക്ട്ലി ആൻഡ് നാച്ചുറലി ഏതൊരാളും ചെയ്യുന്നത്, അതില്ലാതെ അത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ കോർട്ട് പറഞ്ഞത്, ദിസ് ഈസ് എ നാച്ചുറൽ തിങ്, ഷീ ഡിഡ് ദ നാച്ചുറൽ തിങ് ഇൻ ഹാവിങ് ദ ടൈപ്പ് റൈറ്റർ റിപ്പയർഡ് ആൻഡ് ദ എമൗണ്ട് ഷീ ഹാഡ് സ്പെൻഡ് വാസ് എ ലോസ് ഡയറക്ട്ലി ആൻഡ് നാച്ചുറലി റിസൾട്ടിങ് ഫ്രം ദ ബ്രീച്ച്. അപ്പോൾ അയാളുടെ ഒരു ബ്രീച്ച് അതിന് ഡയറക്ട്ലി ആൻഡ്, അതുകൊണ്ടാണ് കോടതി അത് കൊടുക്കാൻ പറഞ്ഞത്. അല്ലാതെ ആവശ്യമില്ലാതെ കുറേ പൈസ അതിൻ്റെ മുകളിൽ കയറ്റി സ്പെൻഡ് ചെയ്ത് അതെല്ലാം കോർട്ട് തരുമൊന്നുമില്ല. ഇറ്റ് ഷുഡ് ബി നാച്ചുറൽ. ഒരു സെക്കൻഡ് ഹാൻഡ് ടൈപ്പ് റൈറ്റർ മേടിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യിക്കുക എന്നുള്ളത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ്. അതാണ് അവർ ചെയ്തത്. ആൻഡ് ദ എമൗണ്ട് ഷീ സ്പെൻഡ് വാസ് എ ലോസ് ഡയറക്ട്ലി ആൻഡ് നാച്ചുറലി റിസൾട്ടിങ് ഫ്രം ദ ബ്രീച്ച്. ഓക്കെ, ഇനി അത് തന്നെയാണ് അടുത്തവും പറഞ്ഞിരിക്കുന്നത്. A seller would be responsible for the direct and natural consequences of his breach. അതിന് സെല്ലർ അയാളുടെ ബ്രീച്ച് കാരണം മറ്റേ ബയറിന് വന്ന ഡയറക്റ്റ് ആൻഡ് നാച്ചുറൽ കോൺസിക്വൻസസിനാണ് അയാൾ ഇവിടെ സെല്ലർ റെസ്പോൺസിബിൾ ആവുന്നത്. സൾഫ്യൂരിക് ആസിഡ്, ഇവിടെ ഒരു സൾഫ്യൂരിക് ആസിഡ് വിറ്റു. ആ സൾഫ്യൂരിക് ആസിഡിൽ വാറണ്ടി ചെയ്തിട്ടുണ്ട്. എന്താണ്,
to be commercially free from arsenic. അതൊരു ആസിഡ് ആണ് ആർസെനിക്. ആ ഒരു ആർസെനിക് അല്ല സൾഫ്യൂരിക് ആസിഡിൽ ആർസെനിക് it should be free from arsenic എന്നുള്ളത് വാറണ്ടി ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്. സെല്ലർ എന്ത് ചെയ്തു? സെല്ലറിന് ഇത് അറിയില്ല. നോ വിൽക്കുന്ന സൾഫ്യൂരിക് ആസിഡ് വിൽക്കുന്ന സെല്ലറിന് ഈ ബയർ ഇത് എന്ത് ആവശ്യത്തിനാണ് ഇത് പർച്ചേസ് ചെയ്യുന്നത് എന്നുള്ളത് അറിയില്ല. നോ നോളജ് ഓഫ് ദ പർപ്പസ് ഫോർ വിച്ച് ബയർ പർച്ചേസ്. ഇനി ബയർ എന്ത് ചെയ്തു? അത് ആ ആസിഡ് ഗ്ലൂക്കോസ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചു. എന്നിട്ട് അത് ബിയർ ഉണ്ടാക്കാൻ വേണ്ടി ബ്രൂവിംഗ് ബിയർ ഉണ്ടാക്കാൻ വേണ്ടി വിറ്റു. അപ്പോൾ ആ സൾഫ്യൂരിക് ആസിഡ് മേടിച്ച് അതിൽ നിന്ന് അയാൾ ഗ്ലൂക്കോസ് ഉണ്ടാക്കി. ഗ്ലൂക്കോസ് ബ്രൂവിംഗ് ബിയർ ഉണ്ടാക്കാൻ വേണ്ടി ബ്രൂവേഴ്സിന് കൊടുത്തു. ആ ആസിഡ് പോയ്സണസ് ആയിരുന്നു. അത് ഈ ബിയർ കൺസ്യൂം ചെയ്ത ഒരുപാട് പേര് മരിച്ചുപോയി. അപ്പം ഇവിടെ ബയറിന് ഡാമേജസ് റിക്കവർ ചെയ്യാൻ അനുവദിച്ചു for the price paid. കാരണം damage to other goods touched by the acid, for compensation which he had to pay to brewers. ഇതിൽ ഈ ബയർ ഉണ്ടല്ലോ, ഈ സൾഫ്യൂരിക് ആസിഡ് മേടിച്ചത്, സൾഫ്യൂരിക് ആസിഡ് ആരെടുത്താണ്? ഇവിടെ ഒരു ബയർ ഉണ്ട്, ഒരു സെല്ലർ ഉണ്ട്. അപ്പം ഈ ബയറാണ് ഇത് മേടിച്ചിട്ട് ഇത് ഫ്രണ്ടിലേക്ക് കൊടുത്തത് ബ്രൂവേഴ്സ്. ഓക്കെ, അപ്പൊ ഈ ബയറിന് കോമ്പൻസേഷൻ കിട്ടി ഇവിടെ. കാരണം എന്താ? ഇത് നാച്ചുറലി, അത് അയാൾക്ക് വരുന്ന ലോസ് നാച്ചുറലി ആൻഡ് ഡയറക്ട്ലി റിസൾട്ടിങ് ഫ്രം ദ ബ്രീച്ച് ആണ്. ഇവിടെ ഈ ഒറിജിനൽ സെല്ലറിന്റെ അടുത്ത് ബ്രീച്ച് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ബയറിന് അപ്പൊ എന്തൊക്കെ റിക്കവർ ചെയ്യാൻ പറ്റി? ഡാമേജസ് ഫോർ ദ പ്രൈസ് പെയ്ഡ്, അയാൾ പ്രൈസ് കൊടുത്തതിനുള്ള ഡാമേജസ്. പിന്നെ ഫോർ ഡാമേജ് ടു അതർ ഗുഡ്സ് ടച്ച്ഡ് ബൈ ദ ആസിഡ്, ഏതൊക്കെ ഗുഡ്സ് അയാൾ ആ ആസിഡ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ ആ ഡാമേജസ്. ഇനി ഫോർ കോമ്പൻസേഷൻ വിച്ച് ഹി ഹാഡ് ടു പേ ടു ദ ബ്രൂവേഴ്സ്, ഈ ബ്രൂവേഴ്സ് ഇയാൾക്കെതിരെ സൂ ചെയ്തു. അപ്പൊ അയാൾക്ക് കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വന്നു. ആ കോമ്പൻസേഷനും അയാൾക്ക് കിട്ടി. ആൻഡ് ഫോർ ലോസ് ഓഫ് ഗുഡ്സ്, അയാളുടെ പേര് നഷ്ടപ്പെട്ടു. ഇതെല്ലാം, ഇതിനുള്ള ഡാമേജസ് എല്ലാം റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കോടതി അയാളെ സമ്മതിച്ചു. എന്തിനൊക്കെയുള്ള ഡാമേജസ്? ആദ്യം പ്രൈസ് പേ ചെയ്ത്, ആ സൾഫ്യൂരിക് ആസിഡിന്റെ പ്രൈസ് അയാൾ കൊടുത്തില്ലേ, അതിലുണ്ടായ ഡാമേജസ് പ്രൈസ് പെയ്ഡ് റിക്കവർ ചെയ്യാൻ പറ്റി. പിന്നെ ആ ആസിഡ് കാരണം ടച്ച് ചെയ്തിട്ട് ആ ആസിഡ് കാരണം വേറെ എന്തൊക്കെ ഗുഡ്സിൽ അയാൾക്ക് ഡാമേജ് വന്നിട്ടുണ്ടോ അതെല്ലാം. പിന്നെ ബ്രൂവേഴ്സിന് കൊടുത്ത കോമ്പൻസേഷൻ, പിന്നെ ലോസ് ഓഫ് ഗുഡ്സ്. എന്നിട്ട് അതിൽ പറഞ്ഞത്, ഇൻ സച്ച് ആൻ ഈവന്റ് the damages are assessed in very much the same way as they are assessed in the tort of negligence. നമ്മുടെ മറ്റേ ഡൊണോയു വേഴ്സസ് സ്റ്റീവൻസൺ കേസിലുള്ള മാതിരിയാണ് ഇവിടെ പറഞ്ഞത്. ഡാമേജസ് ആർ അസസ്ഡ് ഇൻ വെരി മച്ച് ദ സെയിം വേ ആസ് ദേ ആർ അസസ്ഡ് ഇൻ ദ ടോട്ട് ഓഫ് നെഗ്ലിജൻസ്. അപ്പൊ ഈ നെഗ്ലിജൻസിന്റെ ടോട്ടിൽ അസസ് ചെയ്യുന്ന മാതിരി തന്നെയാണ് ഇവിടെയും ഡാമേജസ് അസസ് ചെയ്തത്. ഓക്കെ, ദാറ്റ് ഈസ് ആസ് കോമ്പൻസേഷൻ ഫോർ ദ ഇഞ്ചുറീസ് കോസ്റ്റ്. അപ്പം അങ്ങനെയല്ലേ അവിടെ ആ സ്നെയിലിന്റെ ബോട്ടിൽ, ബിയർ ബോട്ടിൽ. അപ്പൊ അത് കാരണം ഒരു നെഗ്ലിജൻസ് വന്ന മാതിരിയാണ് ഇവിടെ അത് ട്രീറ്റ് ചെയ്തത്. അതിൻ്റെ അകത്ത് ആസിഡ് പോയ്സണസ് ആയ കാരണം കുറച്ച് പേർക്ക് ഇഞ്ചുറി കോസ് ചെയ്തു. ആ ഇഞ്ചുറിന്റെ കോമ്പൻസേഷൻ ആയിട്ടാണ് ഇവിടെ കൊടുത്തത്, കോമ്പൻസേഷൻ ഫോർ ദ ഇഞ്ചുറീസ് കോസ്റ്റ്. ഡാമേജസ് ഇൻ റെസ്പെക്ട് ഓഫ് ബ്രീച്ചസ് ഓഫ് വാറണ്ടി ഓർ കണ്ടീഷൻ വിച്ച് റിസൾട്ട് ഇൻ ഇഞ്ചുറി ടു ഹെൽത്ത്, damages to property may in this way run into many thousands of pounds, although the inherent value of the goods. അത് കണ്ടോ? അതായത് ശരിക്കും ഈ ഗുഡ്സ്, ഈ സൾഫ്യൂരിക് ആസിഡിന്റെ വില ചിലപ്പോൾ വളരെ തുച്ഛമായ ഒരു വിലയായിരിക്കും. പക്ഷെ ആ സൾഫ്യൂരിക് ആസിഡ് പോയ്സണസ് ആയതുകൊണ്ട് അത് കാരണം ഇത് പല പല സ്ഥലങ്ങളിലേക്ക് പോയി. അതാണ് പറഞ്ഞത്, ഈ അതിന്റെ ഒരു ബ്രീച്ച്, അങ്ങനെ ഒരു അത് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ബ്രീച്ച് ഓഫ് വാറണ്ടി ഓർ കണ്ടീഷൻ കൊണ്ടുവരുന്ന ഹെൽത്തിന് വരുന്ന ഇഞ്ചുറി അല്ലെങ്കിൽ പ്രോപ്പർട്ടിക്ക് വരുന്ന ഡാമേജസ് ചിലപ്പോൾ തൗസൻഡ്സ് ഓഫ് പൗണ്ട്സിൽ വരെ പോയി എന്ന് വരും. ആക്ച്വലി ഇൻഹറന്റ് വാല്യൂ, ശരിക്കും ആ ഗുഡിന്റെ വാല്യൂ ശരിക്കും ചിലപ്പം വളരെ തുച്ഛമായ ഷില്ലിങ്സ് ആയിരിക്കും, ഫ്യൂ ഷില്ലിങ്സ്. അതായത് റുപ്പീസും പൈസയും പറയുന്ന മാതിരിയുള്ള വ്യത്യാസം. ഒന്നും പൈസ ഇല്ലല്ലോ. ഇപ്പൊ പൗണ്ട്സും തൗസൻഡ്സ് ഓഫ് പൗണ്ട്സിൽ ചിലപ്പോൾ ഡാമേജസ് കൊടുക്കേണ്ടി വരും. ആ ഗുഡ്സിന്റെ ഇൻഹറന്റ് വാല്യൂ വളരെ തുച്ഛമായ പൈസയായിരിക്കും. കാരണം അത് അതാട്ടോ ആ നെഗ്ലിജൻസ് കൊണ്ട് വരുന്ന ആ ബ്രീച്ച് വന്നു കഴിഞ്ഞാൽ കൊടുക്കേണ്ട അതിന്റെ ആ ഒരു സീരിയസ്നെസ് അവിടെ പറഞ്ഞാണ്. ഓക്കെ, ഇനി നോട്ടീസ് ടു ദ സെല്ലർ ഓഫ് ഡിഫക്റ്റീവ് കണ്ടീഷൻ. ഓക്കെ, ഇനി സെല്ലറിന് ഒരു നോട്ടീസ് കൊടുക്കുക. എന്ത് ബയർ കൊടുക്കുകയാണ് ഗുഡ്സിന്റെ ഡിഫക്റ്റീവ് കണ്ടീഷനെ പറ്റി.
A buyer who wants to exercise this right has to inform the seller. അപ്പോൾ ബയറിന് ഇങ്ങനെ കുറെ റൈറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. നമ്മൾ ബയറിന്റെ ഏത് റൈറ്റിനെ പറ്റിയാണ് പറയുന്നത്? ഡാമേജസ് ഫോർ ബ്രീച്ച് ഓഫ് വാറണ്ടി. അപ്പൊ ഇങ്ങനെ ഒരു ഇത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ, റൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് സെല്ലറിനെ ഇൻഫോം ചെയ്യണം. വാട്ട് റെസ്പെക്ട്, ഏത് രീതിയിലാണ് ഗുഡ്സ് ഡിഫക്റ്റീവ് ആയത്, അതായത് ബ്രീച്ച് ഓഫ് വാറണ്ടിക്ക് വേണ്ടിയല്ലേ പറയുന്നത്. അപ്പൊ ഏത് രീതിയിലാണ് പറയേണ്ടത്, ഒരു നോട്ടീസ് കൊടുക്കേണ്ട, ഒരു ഇയാൾക്ക് ആ റൈറ്റ് എക്സസൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾ ആ സെല്ലറിനെ ഇൻഫോം ചെയ്യണം. അപ്പൊ അതെന്തുകൊണ്ടാണ്? അത് സെല്ലറിന് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക ആ ഡിഫക്റ്റ് റെക്ടിഫൈ ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഗുഡ്സ് റീപ്ലേസ് ചെയ്യാൻ. ഇനി ഈ ബയർ ലോസ്റ്റ് ഹിസ് റെമഡി അണ്ടർ ദ സെക്ഷൻ. അപ്പം ഒരു ബയറിന് ഈ സെക്ഷനിലുള്ള റെമഡി ലോസ് ആയി. കാരണം എന്താ? ഹി വെന്റ് ഓൺ accepting and using the oversized goods through all installments without informing the seller. അപ്പോൾ ഒരു സാധനം മേടിക്കണം, ഒരു ഗുഡ് മേടിക്കുകയാണ്. ആ ഗുഡ്സ് മേടിക്കുന്ന സമയത്ത്, ഗുഡ്സ് മേടിക്കുകയാണ്. അപ്പൊ അത് ഓവർ സൈസ്ഡ് ആണ്, പക്ഷെ അയാൾ അത് ഇൻഫോം ചെയ്യുന്നില്ല. മറ്റേയാൾ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എല്ലാ ഇൻസ്റ്റാൾമെന്റ്സിലും ഇയാൾ അത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, സെല്ലറിനെ ഇൻഫോം ചെയ്തതുമില്ല. ബയറിന് റെമഡി ലോസ് ആയി. ബയറിനെ ഇൻഫോം ചെയ്യണം, ബയറിനെ ഇൻഫോം ചെയ്യേണ്ട ഒരു ഡ്യൂട്ടി ഉണ്ട്. He must also take care to inform the seller within reasonable time after discovering the defect. അപ്പോൾ ഈ ഡിഫക്റ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഒരു റീസണബിൾ ടൈമിൻ്റെ അകത്ത് അയാൾ അറിയിക്കണം. ഇനി where the buyer resold the goods and informed after 24 days of resale of his intention to hold the seller responsible, his action was not allowed. അതായത് ഒരു കേസിൽ ബയർ റീസെൽ ചെയ്തു, അയാളുടെ അടുത്ത് വന്ന ഗുഡ്സ് റീസെല് ചെയ്തതിന്റെ ശേഷം 24 ദിവസത്തിന്റെ റീസെയിലിന് ശേഷമാണ് അയാൾ ഇൻഫോം ചെയ്യുന്നത് സെല്ലറിനെ റെസ്പോൺസിബിൾ ആക്കാൻ. അയാളുടെ ആക്ഷൻ അലൗ ചെയ്തില്ല. റീസണബിൾ ടൈമിന്റെ അകത്ത് ചെയ്യണം. ഒരു സാധനം മേടിച്ചു, എന്നിട്ട് അത് റീസെല് ചെയ്തതിന്റെ ശേഷം 24 ദിവസം കഴിഞ്ഞിട്ടാണ് സെല്ലറിനെ റെസ്പോൺസിബിൾ ആക്കാനുള്ള ഇന്റൻഷൻ, അങ്ങനെ ഒരു ഇന്റൻഷൻ അയാൾക്കുണ്ടെന്നുള്ളത് അയാൾ ഹോൾഡ് ചെയ്യുന്നത്. ആ ഇന്റൻഷൻ അപ്പോഴാണ് അയാൾ ഹോൾഡ് ചെയ്യുന്നത്. അത് ആ ആക്ഷൻ അലൗ ചെയ്തില്ല. അത് റീസണബിൾ ആയിരിക്കണം എന്നാണ് പറയുന്നത്, വിത്തിൻ എ റീസണബിൾ ടൈം എന്നൂടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ജൂറിസ്ഡിക്ഷനെ പറ്റി ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്, അതൊരു കേസാണ്. ആ കേസിൽ പറഞ്ഞിരിക്കുന്ന ജൂറിസ്ഡിക്ഷൻ എന്താ പറഞ്ഞു വെച്ചാൽ, അതായത് ഇവിടെ പാർട്ടീസ് തമ്മിലുള്ള അറേഞ്ച്മെന്റ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗുഡ്സ് വുഡ് ബി സെൻഡ് ബൈ റെയിൽവേ വഴിയാണ് ഗുഡ്സ് അയക്കുന്നത്. ഓക്കെ. അപ്പം ഈ ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിൽ, ഇപ്പം കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു സാധനം അയക്കുകയാണ്, അപ്പോൾ റെയിൽവേ വഴി അയക്കുന്നത്. അപ്പോൾ ഇതിനൊരു RR എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവും, റെയിൽവേ റെസിപ്റ്റ്. അതാണ് ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിൽ. ആ ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിൽ ഇപ്പം ഞാനാണ് ഇവിടുന്ന് അയക്കുന്നതെങ്കിൽ, ബയർ തിരുവനന്തപുരത്താണെങ്കിൽ ബയറിന് ട്രിവാൻഡ്രത്തേക്ക് അയച്ചു കൊടുക്കും ത്രൂ ദ ബാങ്ക്. അപ്പോൾ തിരുവനന്തപുരത്ത് ഒരു ബാങ്ക് ഉണ്ടാവും, ബാങ്ക് വഴിയാണ് ഇത് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ ബാങ്കിലേക്ക് അവർ പേയ്മെന്റ് ഒക്കെ കൊടുക്കുന്നുണ്ടാവും. അത് എല്ലാ ഡോക്യുമെന്റ്സും, ഇപ്പം ബിൽ ഓഫ് ലേഡിംഗ് ആണെങ്കിലും എല്ലാ ഡോക്യുമെന്റ്സ് ഓഫ് ടൈറ്റിൽ ബാങ്ക് വഴിയായിരിക്കും പോകുന്നത്. അപ്പോൾ ബാങ്കിലേക്ക് പേയ്മെന്റ് കൊടുക്കും ഈ ഡോക്യുമെന്റ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് ഇപ്പൊ കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് അയക്കുകയാണ്. ഞാൻ സെല്ലർ, തിരുവനന്തപുരത്ത് ബയർ ആണെങ്കിൽ തിരുവനന്തപുരത്തുള്ള ഡെസ്റ്റിനേഷൻ തിരുവനന്തപുരത്തുള്ള ഒരു ബാങ്ക് ആയിരിക്കും. ബാങ്ക് അറ്റ് ദ പ്ലേസ് ഓഫ് ഡെസ്റ്റിനേഷൻ ട്രിവാൻഡ്രത്തുള്ള ഒരു ബാങ്ക് വഴി ഇത് സെല്ലറിന് അയച്ചു കൊടുക്കും. ആൻഡ് ദ ബയർ വുഡ് കളക്ട് ദ റെയിൽവേ റെസീപ്റ്റ് ഫ്രം ദ ബാങ്ക്. അപ്പോൾ ബയർ എന്ത് ചെയ്യും? തിരുവനന്തപുരത്ത് പോയി അയാളുടെ ബാങ്കിൽ പോയിട്ട് ഈ റെയിൽവേ റെസീപ്റ്റ് മേടിക്കും ഓൺ പേയ്മെന്റ് ഓഫ് ബിൽ ഫോർ ദ പ്രൈസ്. അപ്പോൾ അതിൻ്റെ അകത്ത് പ്രൈസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും, ബിൽ ഓഫ് RRന്റെ മുകളിൽ. അത് അയാൾ പൈസ കൊടുക്കും. ആ പൈസ കൊടുത്തിട്ട് ട്രിവാൻഡ്രത്തുള്ള ബാങ്കിൽ നിന്ന് അയാൾ ആ പൈസ അങ്ങ് മേടിക്കും. പൈസ കൊടുത്തിട്ട് ആ ഡോക്യുമെന്റ് ഓഫ് ടൈറ്റിൽ, അതായത് റെയിൽവേ റെസീപ്റ്റ് അങ്ങ് മേടിക്കും. അങ്ങനത്തെ ഒരു കേസിൽ സെല്ലർ ഡീഫോൾട്ട് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജൂറിസ്ഡിക്ഷൻ എവിടെയാണ്, എവിടെ കേസ് കൊടുക്കണം? കോഴിക്കോട് കൊടുക്കണോ, തിരുവനന്തപുരത്ത് കൊടുക്കണം? കോർട്ട് പറഞ്ഞു, ദ കോർട്ട് അറ്റ് ദ പ്ലേസ് ഓഫ് ഡെസ്റ്റിനേഷൻ ആസ് ദ ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെയാണോ ഡെസ്റ്റിനേഷൻ, അതെവിടെയാണ് ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ കിടക്കുന്നത്. ഇതൊക്കെ കൺസ്യൂമർ പ്രൊട്ടക്ഷനിലൊക്കെ ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട് കേട്ടോ. ഇതിനൊക്കെ പ്രസക്തി, അതിൻ്റെ അകത്ത് ജൂറിസ്ഡിക്ഷനൊക്കെ വേറെ പുതിയതൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും ഈ കേസിൽ പറഞ്ഞത്, കോർട്ട് പറഞ്ഞു ഡെസ്റ്റിനേഷൻ പ്ലേസ്, അതായത് ഈ കേസിൽ ഇപ്പോൾ തിരുവനന്തപുരത്താണ് ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ, അവിടെ വേണം സൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ, സെല്ലർ എന്തെങ്കിലും ഡീഫോൾട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ സെല്ലർ കോഴിക്കോടാണ്, കോഴിക്കോടുള്ള സെല്ലർ ഡീഫോൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ കോർട്ട് അറ്റ് ദ പ്ലേസ് ഓഫ് ഡെസ്റ്റിനേഷൻ ട്രിവാൻഡ്രത്തുള്ള കോർട്ടിനാണ് ജൂറിസ്ഡിക്ഷൻ ഉള്ളത്. അത് കേൾക്കാൻ, ഏതൊരു സംഭവം കേൾക്കണമെങ്കിൽ ജൂറിസ്ഡിക്ഷൻ വേണം. ജൂറിസ്ഡിക്ഷൻ ഇല്ലാത്തത് കേസ് കേൾക്കാൻ കോടതിക്ക് ആദ്യം അധികാര പരിധി വേണം, ഒരു ഡിസ്പ്യൂട്ട് അഡ്ജുഡിക്കേറ്റ് ചെയ്യാൻ. അപ്പൊ അത് ആ സംഭവം കഴിഞ്ഞു. 58 കഴിഞ്ഞു, 59 കഴിഞ്ഞു.
അതാണ് റെമഡി ഫോർ ബ്രീച്ച് ഓഫ് വാറണ്ടി. ഇനി അടുത്ത ലാസ്റ്റ് വൺ, സ്പെസിഫിക് പെർഫോമൻസ്. സ്പെസിഫിക് പെർഫോമൻസ് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത് തന്നെ വേണമെന്ന് വാശി പിടിക്കുകയാണ് ബയർ. അതാണ് സംഭവം. ഇപ്പൊ എന്റെ ഈ ബയർ ആക്ട് ഞാനിങ്ങനെ കുറെ ലൈനൊക്കെ വരച്ച് അവിടെയും ഇവിടെയും കുറെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ബയർ ആക്ട് ഞാൻ ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് കൊടുത്തു, അയാൾ അതുകൊണ്ട് കളഞ്ഞു. അപ്പം അയാൾ പറയാണ് ഞാനിത് ഇത് എന്തെങ്കിലും ഞാൻ അയാൾക്കൊരു ഹാൻഡ് ഓവർ ചെയ്തു, അയാൾ ഇത് കളഞ്ഞു, എനിക്ക് ഒരുപാട് ലോസ് വന്നു. അപ്പൊ ഞാൻ കോടതി പോയി. അപ്പൊ അയാൾ പറയാണ് ഞാൻ ഈ ബയർ ആക്ട് എത്ര 100 രൂപയാണ്, ഞാൻ 100 രൂപ ഇയാൾക്ക് കൊടുത്തോളാം, അല്ലെങ്കിൽ 150 രൂപ കൊടുത്തോളാം. അപ്പൊ ഞാൻ പറയും അത് പറ്റില്ല. ഐ വോണ്ട് യു ടു സംഹൗ ഫൈൻഡ് ഔട്ട് മൈ ബയർ ആക്ട് ആൻഡ് റിട്ടേൺ ഇറ്റ് ടു മീ. കാരണം ആ ബയർ ആക്ടിന് 100 150 രൂപയല്ല വില. എന്നെ സംബന്ധിച്ചിടത്തോളം അത് വിലമതിക്കാൻ, ഇറ്റ് ഈസ് പ്രൈസ്ലെസ്. അത് വിലമതിക്കാനാവാത്തതാണ്. കാരണം ഞാൻ അത്രയും കാര്യമായിട്ട് അതിൻ്റെ അകത്ത് പലതും എഴുതി വെച്ചിട്ടുണ്ട്. സോ അയാൾക്ക് നിങ്ങളത് പോയി കണ്ടുപിടിച്ച് അത് തന്നെ എനിക്ക് തരണം. ഇത് എക്സാക്ട്ലി ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. പക്ഷെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞത് മാത്രം. അതായത് മറ്റേയാൾ വാശി പിടിക്കണം, യു ഷുഡ് പെർഫോം ദ കോൺട്രാക്ട്. അല്ലാതെ എനിക്ക് ഡാമേജസ് കൊണ്ട് ഇത് അളക്കാൻ പറ്റില്ല. അതാണ് ശരിക്കും സ്പെസിഫിക് റിലീഫ് ആക്ട് എന്നുള്ള ഇത് വരുന്നത്. സ്പെസിഫിക് പെർഫോമൻസ് എങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളത് സ്പെസിഫിക് റിലീഫ് ആക്ടിലാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇതാണ് ഇവിടെ സബ്ജക്ട് ടു ദ പ്രൊവിഷൻസ് ഓഫ് ചാപ്റ്റർ 2 സ്പെസിഫിക് റിലീഫ് ആക്ട് 8. ഇതൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പൊ പുതിയ സ്പെസിഫിക് റിലീഫ് ആക്ട് വന്നിട്ടുണ്ട്. ഇത് പണ്ടത്തെയാണ്. ഇൻ എനി സൂട്ട് ഫോർ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ടു ഡെലിവർ, ദിസ് ഈസ് എ കീവേഡ്. അതായത് ഒരു കോൺട്രാക്ട്, എന്തിനുള്ള കോൺട്രാക്ട്? ടു ഡെലിവർ സ്പെസിഫിക് ഓർ അസർട്ടൈൻ ഗുഡ്സ്. അപ്പൊ ആദ്യം അതെന്താന്ന് മനസ്സിലാവണം. സ്പെസിഫിക് ഗുഡ്സോ അസർട്ടൈൻഡ് ഗുഡ്സോ ഡെലിവർ ചെയ്യാനുള്ള കോൺട്രാക്റ്റിന്റെ ബ്രീച്ചിൽ വരുന്ന സൂട്ടിൽ മാത്രമേ ഇത് പറ്റൂ. ദ കോർട്ട് മേ, ഇഫ് ഇറ്റ് തിങ്സ് ഫിറ്റ്, കോടതിക്ക് അത് ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ, ഓൺ ദ അപ്ലിക്കേഷൻ ഓഫ് ദ പ്ലെയിന്റിഫ് ഒരു അപ്ലിക്കേഷൻ തരികയാണെങ്കിൽ അതിന്റെ ഡിഗ്രി വഴി, ബൈ ഇറ്റ്സ് ഡിഗ്രി, കോടതിക്ക് ഒരു ഡിഗ്രി ഇടാം, ഒരു ഓർഡർ ഇടാം, ഒരു ഡിഗ്രി ഇടാം. എന്ത്? ഡയറക്റ്റിംഗ് ദാറ്റ് ദ കോൺട്രാക്ട് ഷാൽ ബി പെർഫോംഡ് സ്പെസിഫിക്കലി ആണ് ഇമ്പോർട്ടൻറ്റ്. കോൺട്രാക്ട് പെർഫോം ചെയ്തേ പറ്റൂ എന്ന് കോടതിയിൽ നിന്ന് ഡിഗ്രി വരും. നിങ്ങൾക്ക് പൈസ ഒന്നും കൊടുക്കാൻ പറ്റില്ല. ദ കോൺട്രാക്ട് ഷാൽ ബി പെർഫോം സ്പെസിഫിക്കലി വിത്തൗട്ട് ഗിവിംഗ് ദ ഡിഫൻഡന്റ് ഓപ്ഷൻ ഓഫ് റീറ്റെയിനിങ് ദ ഗുഡ്സ്. അല്ലാതെ ആ ഗുഡ്സ് റീറ്റെയിൻ ചെയ്ത് അതിന് ഡാമേജസ് കൊടുക്കാൻ പറ്റില്ല. അതിനൊരു എക്സാമ്പിൾ ആണ് ഇപ്പോൾ MF ഹുസൈൻ്റെ പെയിന്റിങ് അല്ലെങ്കിൽ മൊണാലിസയുടെ പെയിന്റിങ്. അത് കിട്ടാനില്ല ഇനി, അതൊരു ആന്റിക് പെയിന്റിങ്. അപ്പൊ ഞാനൊരു കോൺട്രാക്ട് സൈൻ ചെയ്തു. അപ്പൊ അയാൾ പറയുന്നത് തരാൻ പറ്റില്ല. അപ്പൊ ഞാൻ കോടതി പോയിട്ട് പറഞ്ഞു പ്ലീസ് പാസ് എ ഡിഗ്രി ഡയറക്റ്റിംഗ് ദ സെല്ലർ ടു സെൽ മീ ദ മൊണാലിസ പെയിന്റിങ്. അപ്പൊ കോടതി ഡിഗ്രി വരും, നിങ്ങൾ ആ കോൺട്രാക്ട് സ്പെസിഫിക്കലി പെർഫോം ചെയ്യണം. അപ്പൊ ഈ ഡിഫൻഡന്റിന് ഓപ്ഷൻ കൊടുക്കുന്നില്ല. എന്തിനുള്ള ഓപ്ഷൻ കൊടുക്കുന്നില്ല? ആ റീറ്റെയിനിങ് ദ ഗുഡ്സ്, ആ മൊണാലിസയുടെ പെയിന്റിങ് അവിടെ വെച്ചുകൊണ്ട് എന്തെങ്കിലും ഡാമേജസ് തന്ന് ഒഴിവാക്കാനൊന്നും പറ്റില്ല. കാരണം കോടതിയുടെ ഡിഗ്രി വരും, നിങ്ങൾ ആ പെയിന്റിങ് അവിടെ കൊടുക്കും, പെയിന്റിങ് മറ്റേയാൾക്ക് കൊടുക്കണം എന്നുണ്ട്. അപ്പോൾ ഈ ഡിഗ്രി അൺകണ്ടീഷണൽ ആവാം, ഒരു കണ്ടീഷനും ഇല്ലാതെ കോടതിക്ക് വേണേൽ ഡിഗ്രി പാസ് ചെയ്യാം. അല്ലെങ്കിൽ അപ്പോൺ സച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ്, അല്ലെങ്കിൽ ചില ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെക്കാം. എന്തിന്? ഡാമേജസ്, പേയ്മെന്റ് ഓഫ് പ്രൈസ് ഓർ അതർവൈസ് ആസ് ദ കോർട്ട് മേ ജസ്റ്റ്. സ്പെസിഫിക് പെർഫോമൻസ് സ്പെസിഫിക് എന്ന് പറയുമ്പോൾ അത് കോടതിക്ക്, സ്പെസിഫിക് റിലീഫ് ആക്ട് എന്ന് പറയുന്നത് ശരിക്കും ഒരു എക്വിറ്റബിൾ ഡോക്ടറിൻ എന്ന് വരുന്നത്. അതായത് എക്വിറ്റബിൾ ഡോക്ടറിൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ജസ്റ്റിസ് ചെയ്യണം അവിടെ, അതാണ് അതിന്റെ ഉദ്ദേശം. അപ്പൊ കോടതിക്ക് അതിൽ ഒരുപാട് അവർക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ, അവർക്ക് ഒരുപാട് ലിവറേജ് ഉണ്ട്. അവർക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ എങ്ങനെയാ വേണ്ട വെച്ചാൽ അവർക്ക് നോക്കിയിട്ട് ചെയ്യാൻ പറ്റും. or otherwise as the court may deem just, and the application of the plaintiff may be made at any time before the decree. Okay, ഈ ഡിഗ്രിക്ക് മുമ്പ് വേണം അയാൾക്ക്, ഇവർക്ക് എന്തെങ്കിലും ഒരു അപ്ലിക്കേഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഡിഗ്രിയുടെ മുമ്പ് തന്നെ ഈ പ്ലെയിന്റിഫ് അപ്ലിക്കേഷൻ കൊടുക്കണം. അപ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ, പേയ്മെന്റിനെ പറ്റിയോ ഡാമേജസിനെ പറ്റിയോ എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഡിഗ്രി വരുന്നതിന്റെ മുമ്പ് തന്നെ ഇവർ അപ്ലൈ ചെയ്യണം. അതാണ് ഇതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് സ്പെസിഫിക് പെർഫോമൻസ്. ഈ ബുക്കിൽ എന്താ എഴുതിയിരിക്കുന്നത് നോക്കാം. ബുക്കിൽ ഒരു കേസ് പറയുന്നുണ്ട്, റേ വെയിറ്റ്. ഈ കേസ് എഴുതിയാൽ മതി, ഇത് കേസേ ഉള്ളൂ എന്ന് തോന്നുന്നുണ്ട്. അല്ല, 3 കേസ് ഉണ്ട്. ഈ കേസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഒരു നല്ലൊരു കേസുണ്ട്, ഒരു ഷിപ്പ് റിക്കവർ ചെയ്ത. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് സ്പെസിഫിക് ഗുഡ്സ് അല്ലെങ്കിൽ അസർട്ടൈൻ ഗുഡ്സിന്റെ കോൺട്രാക്ട് ആയിരിക്കണം. അതല്ലെങ്കിൽ ഇത് പറ്റില്ല, സെക്ഷൻ 58 പറ്റില്ല. കോൺട്രാക്ട് ഫോർ ദ സെയിൽ ഓഫ് സ്പെസിഫിക് ഗുഡ്സ് ആയിരിക്കണം, അല്ലെങ്കിൽ ഫ്യൂച്ചർ ഗുഡ്സിനൊന്നും പറ്റില്ല. അൺഅസർട്ടൈൻ ഗുഡ്സിന് പറ്റില്ല. നമുക്കറിയാം എക്സിസ്റ്റിംഗ് ഗുഡ്സ് ഉണ്ട്, സ്പെസിഫിക് ഗുഡ്സ് ഉണ്ട്, അൺഅസർട്ടൈൻഡ് ഗുഡ്സ് ഉണ്ട്, പിന്നെ അസർട്ടൈൻഡ് ഗുഡ്സ് ഉണ്ട്,
പിന്നെ ഫ്യൂച്ചർ ഗുഡ്സ് ഉണ്ട്. ഫ്യൂച്ചറിനും അൺഅസർട്ടൈനും പറ്റില്ല. ഇത് സ്പെസിഫിക് ആയിരിക്കണം, അസർട്ടൈൻഡ് ഗുഡ്സ് ആയിരിക്കും. അങ്ങനത്തെ ഒരു സെയിലിന്റെ കോൺട്രാക്റ്റിൽ മാത്രമേ ഇത് പറ്റുള്ളൂ. അങ്ങനെയുള്ള ഒരു കോൺട്രാക്റ്റിൽ സെല്ലർ റിഫ്യൂസ് ചെയ്യാണ് ടു ഡെലിവർ ദം, സെല്ലർ അത് പെർഫോം ചെയ്യാൻ തയ്യാറല്ല. അപ്പൊ കോർട്ടിന് പറയാൻ പറ്റും ഗുഡ്സ് ഡെലിവർ ചെയ്യാൻ ഇൻ ടേംസ് ഓഫ് ദ കോൺട്രാക്ട് ഇൻസ്റ്റെഡ് ഓഫ് പെർമിറ്റിംഗ്. ഇത് നമ്മൾ വായിച്ചാണ്, ദിസ് റെമഡീസ് അലൗഡ് ബൈ ദ കോർട്ട് സബ്ജക്ട് ടു സർട്ടൺ കണ്ടീഷൻ. അതുകൊണ്ട് ഇത് എല്ലാ കേസിലൊന്നും പറ്റില്ല. അതിനാണ് SRA വായിക്കണം, സ്പെസിഫിക് റിലീഫ് ആക്ട് വഴി പോകണം. അതിൻ്റെ അത് സെക്ഷൻ 6 ആണ്. നമ്മൾ യൂണിറ്റ് 4 ഇന്ത്യൻ കോൺട്രാക്ട് ലോ ഓഫ് കോൺട്രാക്ട് 1 പഠിച്ചവർക്ക് അത് അറിയാൻ പറ്റും. അത് സെക്ഷൻ 6 ഒക്കെ പറയുന്നുണ്ട് അത് എപ്പോഴൊക്കെ പറ്റുക എന്നുള്ളത്. എല്ലാ ഇതിലൊന്നും സ്പെസിഫിക് പെർഫോമൻസ് ആവശ്യപ്പെടാൻ പറ്റില്ല. ഇനി ഈ റീവെയിറ്റ് കേസിൽ എന്താ നോക്കാം. റീവെയിറ്റ് കേസ് അതായത് കോൺട്രാക്ട് മസ്റ്റ് ബി, ഇതാണ് ഫസ്റ്റ് പ്ലേസ്, ദ കോൺട്രാക്ട് മസ്റ്റ് ബി ഫോർ ദ സെയിൽ ഓഫ് ഒന്നെങ്കിൽ സ്പെസിഫിക് അല്ലെങ്കിൽ അസർട്ടൈൻ ഗുഡ്സ് ആയിരിക്കും. അതാണ് കീ വേർഡ്. അതല്ലെങ്കിൽ ഇത് പറ്റില്ല. ഇനി ഈ റീവെയിറ്റ് കേസിൽ എന്താ ഉണ്ടായത്, ഒരു കൺസൈൻമെന്റ് 1000 ടൺ ഓഫ് വീറ്റിന്റെ ഒരു കൺസൈൻമെന്റിൽ നിന്ന് വിച്ച് ബിലോങ് ടു ദ സെല്ലർ, സെല്ലറിന്റെ അടുത്തുള്ള 1000 ടണ്ണ് വീറ്റിന്റെ ഒരു കൺസൈൻമെന്റിൽ നിന്ന് അയാൾ വിറ്റു. ഹി സോൾഡ് 500 ടൺ, 1000 ടണ്ണ് വീറ്റിന്റെ കൺസൈൻമെന്റിൽ നിന്ന് അയാൾ 500 ടൺ ബയറിന് വിറ്റു. ബയർ അതിന് പേ ചെയ്യുകയും ചെയ്തു. ഇനി എന്തുണ്ടായി, സെല്ലർ ബാങ്ക്രപ്റ്റ് ആയി. ഈ സെല്ലർ ബാങ്ക്രപ്റ്റ് ആയി. ഇവർ തമ്മിലുള്ള സെയില് നടന്നു. സെയില് നടക്കുക എന്ന് പറഞ്ഞാൽ എന്താ വാട്ട് ഈസ് മീൻ ബൈ സെയിൽ? ഓണർഷിപ്പ് ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ആയി. അപ്പൊ ഈ 500 ടണ്ണിന്റെ ഓണർഷിപ്പ് അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആയി ബയറിന്റെ അടുത്തേക്ക്. അയാൾ പൈസയും കൊടുത്തു. ഗുഡ്സ് പക്ഷേ ആരുടെ പൊസിഷനിലായിരിക്കുന്നത്? സെല്ലറിന്റെ അടുത്താണ് ഇരിക്കുന്നത്. അയാൾ അപ്പൊ ബാങ്ക്രപ്റ്റ് ആയി. ഇനി ആ ഷിപ്പ്, ഇത് ഷിപ്പിന്റെ അകത്തിരിക്കുന്ന സാധനമാണത്, ഷിപ്പ് പോർട്ടിലെത്തി. അപ്പൊ ഈ 500 ടൺസ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. 1000 ടൺസ് എല്ലാം കൂടെ ഒരുമിച്ച് കിടക്കുക, അതായത് അപ്രോപ്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സെല്ലറിന് വേണ്ട 500 മാറ്റി വെച്ച് കഴിയുമ്പോൾ അതെന്താവും, അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല. മാറ്റി വെച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും ചിന്തിക്കാൻ പറ്റുമോ? ഷിപ്പിന്റെ അകത്ത് 1000 ടണ്ണിന്റെ 1000 ടണ്ണ് വീറ്റ് ഇങ്ങനെ കൂട്ടിയിട്ട് കിടക്കുകയാണ് അത്. സെല്ലർ എന്ത് ചെയ്തു, ഇതിന്റെ അകത്ത് ഒരു 500 ടണ്ണങ്ങ് വിറ്റു. എന്നിട്ട് സെല്ല് ചെയ്തു. ആ സെല്ല് നടക്കുന്ന സമയത്ത് പ്രോപ്പർട്ടീന്റെ ഗുഡ്സ് അങ്ങോട്ട് പോകും. അയാളുടെ അടുത്ത് പൈസയും മേടിച്ചു. അപ്പൊ ഈ 500 ടണ്ണ്, അപ്പൊ ശരിക്കും ഈ ഗുഡ്സ് എന്ത് ഗുഡ്സ് ആണ്? സ്പെസിഫിക് ഗുഡ്സ് ആണോ, ഫ്യൂച്ചർ ഗുഡ്സ് ആണോ, അസർട്ടൈൻ ഗുഡ്സ് ആണോ, അൺഅസർട്ടൈൻ ഗുഡ്സ് ആണോ? ഈ 1000 ടണ്ണ് ഇവിടെ അങ്ങനെ കിടക്കുക, 1000 ടൺ വീറ്റ്. ശരിക്കും അത് അൺഅസർട്ടൈൻഡ് ആയിട്ട് കിടക്കുകയാണ്. ഇതിൽ നിന്ന് 500 ടണ്ണ് വിറ്റ് കഴിഞ്ഞ് ഇയാൾ ഈ സെല്ലർ മാറ്റി വെക്കണം. മാറ്റി വെച്ച് കഴിയുമ്പോൾ ഇത് അസർട്ടൈൻഡ് ആവും. മനസ്സിലായില്ലേ? ഓക്കെ. അപ്പൊ ഇയാൾ മാറ്റി വെച്ചില്ല, മനസ്സിലായത്? 500 ടൺസ് were not separated from the rest. ട്രസ്റ്റി refused to deliver. അപ്പൊ ഈ സെല്ലർ ഇൻസോൾവെന്റ് ആയല്ലോ. അപ്പൊ ഷിപ്പ് പോർട്ടിലെത്തിയപ്പോൾ അയാൾ പറഞ്ഞു ഇങ്ങനെയാണ്, ഇയാൾ ഓണർഷിപ്പ് ഇയാൾക്ക് വന്നിട്ടുണ്ട്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. ഇയാൾ പൈസയും കൊടുത്തിട്ടുണ്ട്. പക്ഷെ ട്രസ്റ്റി അപ്പൊ ഇത് ഇൻസോൾവെന്റ് ആയതുകൊണ്ട് ഒഫീഷ്യൽ ലിക്വിഡേറ്റർ ഏറ്റെടുത്തു. അയാൾ അത് ഡെലിവർ ചെയ്തില്ല. അപ്പൊ കോർട്ട് സ്വാഭാവികമായിട്ട് എന്ത് പറയും? ഇറ്റ് വാസ് ഹെൽഡ് ദാറ്റ് ദ ബയേഴ്സ് വർ നോട്ട് എൻടൈറ്റിൽഡ്. ആ ഗുഡ്സ് റിക്കവർ ചെയ്യാൻ പറ്റില്ല. അതായത് സ്പെസിഫിക് പെർഫോമൻസ് അവിടെ പറ്റില്ല. ഇത് അതിനെ പറ്റൂന്ന് പറയാൻ പറ്റില്ല. കാരണം ഡാമേജസ് ടു എ ഡിഗ്രി ഓഫ് പെർഫോമൻസ് പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം എന്താ? ദ ഗുഡ്സ് വർ നൈദർ സ്പെസിഫിക് അറ്റ് ദ ടൈം ഓഫ് കോൺട്രാക്ട് നോർ സബ്സിക്വന്റ്ലി അസർട്ടൈൻഡ്. അതാണ് അവരുടെ ഡിസിഷൻ. ദാറ്റ് ഈസ് ദ റേഷ്യോ ഡിസിഡന്റ്. അതായത് ഇത് സ്പെസിഫിക് അല്ല. നിങ്ങൾ ആ കോൺട്രാക്ട് നിങ്ങൾ എൻട്രി ചെയ്ത സമയത്ത് ഇറ്റ് വാസ് നോട്ട് എ സ്പെസിഫിക് ഗുഡ്. മാത്രമല്ല സബ്സിക്വന്റ്ലി അപ്പോൾ അത് അൺഅസർട്ടൈൻഡ് ആയിരുന്നു. സബ്സിക്വന്റ് ആയിട്ട് അത് നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുമില്ല, അസർട്ടൈൻ ചെയ്തിട്ടുമില്ല. സോ ദ ഗുഡ്സ് ആർ നൈദർ സ്പെസിഫിക് നോർ സബ്സിക്വന്റ്ലി അസർട്ടൈൻഡ്. സോ സ്പെസിഫിക് പെർഫോമൻസ്, ഡിഗ്രി ഓഫ് സ്പെസിഫിക് പെർഫോമൻസ് കോർട്ടിന് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഓക്കെ. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് സെക്കൻഡ്ലി the power of the court to order specific performance. ഇത് സെക്ഷൻ 58. ഈ സെക്ഷൻ 58 പറഞ്ഞിരിക്കുന്ന ഈ സ്പെസിഫിക് പെർഫോമൻസ് ഈ സബ്ജക്ട് ടു ദ പ്രൊവിഷൻസ്. ഇതാണ് ഞാൻ പറഞ്ഞത് ചാപ്റ്റർ 12 SRA 1840. അതൊക്കെ ഇപ്പോൾ മാറി. ഇപ്പൊ 1963 SRA ആണ്. SRA 1963. ഓക്കെ. അതിന്റെ അകത്തുള്ള പ്രൊവിഷൻസിന് സബ്ജക്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ കോർട്ടിന്റെ പവർ കിടക്കുന്നത്. ആ ചാപ്റ്റർ, അതിൻ്റെ അകത്തൊരു ചാപ്റ്റർ ഉണ്ട്,
ചാപ്റ്റർ 2 ആണ്. അത് എംപവേഴ്സ് ദ കോർട്ട്. ഇത് കോർട്ടിന് ഒരുപാട് ഡിസ്ക്രിഷൻ കൊടുക്കുന്നുണ്ട്. കോർട്ടിന്റെ ഡിസ്ക്രിഷൻ ആണ് ടു ഓർഡർ സ്പെസിഫിക് പെർഫോമൻസ് വെനെവർ ഡാമേജസ് വുഡ് നോട്ട് ബി ആൻ ആഡിക്വേറ്റ് റെമഡി. ഓക്കെ, അത് കോടതിയാണ് അത് തീരുമാനിക്കുന്നത്. പൈസ കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിയാവുമോ? പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഒരു റെമഡി ആവില്ല എന്ന് കോർട്ടിന് തോന്നുകയാണ്. കോർട്ടിന് തോന്നുന്നതല്ല, ആസ് പെർ ദ ചാപ്റ്റർ. ആ ചാപ്റ്ററിൽ കോർട്ടിനെ എംപവർ ചെയ്യുന്നുണ്ട്. കുറച്ച് ഡിസ്ക്രിഷൻ കോടതിക്ക്, ഇറ്റ്സ് ഡിസ്ക്രിഷൻ. അവർക്ക് തോന്നുകയാണ് ഇത് ഇവിടെ സ്പെസിഫിക് പെർഫോമൻസ് ഓർഡർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, അല്ലാതെ ഡാമേജസ് വുഡ് നോട്ട് ബി ആൻ ആഡിക്വേറ്റ് റെമഡി. ഓക്കെ, അത് പല കാരണങ്ങളുണ്ടാവും. ചിലവരിങ്ങനെ പറയും എനിക്കത് ഒരു എന്താ പറയാ, മാരേജിന് ഗിഫ്റ്റ് കിട്ടിയ ഒരു സാധനമാണെന്നോ, എനിക്ക് അത് തന്നെ വേണം, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും എൻ്റെ വീട്ടിൽ എന്തെങ്കിലും ഒരു ആന്റിക് സാധനമായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് വല്ല ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ള എന്തെങ്കിലും സാധനമായിരിക്കും. അപ്പൊ അവിടെ ഒരു റെമഡി കൊണ്ട് അത് ഡാമേജ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു കേസാണെന്നുണ്ടെങ്കിൽ അവർക്ക് സ്പെസിഫിക് പെർഫോമൻസ് കോടതിക്ക് ഓർഡർ ചെയ്യാൻ പറ്റില്ല. ഡിപ്പെൻസ്, കേസ് നോക്കിയിട്ട് ചെയ്യണം. അതിനുള്ളൊരു ഡിസ്ക്രിപ്ഷൻ കോർട്ടിന് പവർ കൊടുക്കുന്നുണ്ട്. ഇനി ഒരു കേസ് ലോ ആണ് ഇവിടെ വരുന്നത്. ഈ കേസ് ലോ എഴുതണം. ഈ കേസ് ലോ 24 ഇത് നോട്ട് ചെയ്തോണ്ട്. ബെഹൻകെ വേഴ്സസ് ബേഡെ ഷിപ്പിംഗ് കമ്പനി ലിമിറ്റഡ്. ഓക്കെ, BHNKE വേഴ്സസ് ബേഡെ ഷിപ്പിംഗ് കോർപ്പറേഷൻ. ഇത് ഒരു ഷിപ്പിന്റെ സെയിലിന്റെ കോൺട്രാക്ട് ആണ്. ഓക്കെ, ഒരു ഷിപ്പിന്റെ സെയില് ബയർ വാസ് അലൗഡ്. ബയറിന് ആ ഷിപ്പ് തന്നെ റിക്കവർ ചെയ്യാൻ വേണ്ടി കോടതി ഉത്തരവിട്ടു. സെല്ലറിന്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾ ആ ഷിപ്പ് തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞു. എക്സ്പ്ലെയിനിങ് ദ റീസൺ ജസ്റ്റിസ് റൈറ്റ് എന്താ പറഞ്ഞത്? ഇൻ ദ പ്രസന്റ് കേസ്, ഈ കേസിൽ ദ എവിഡൻസ് ദാറ്റ് ദ സിറ്റി, ആ ഷിപ്പിന്റെ പേരാണ് സിറ്റി, അതൊരു പെക്യൂലിയർ ആൻഡ് പ്രാക്ടിക്കലി യുണീക്ക് വാല്യൂ ഉള്ള ഒരു ഷിപ്പാണ്. ഈ പ്ലെയിന്റിഫിനെ സംബന്ധിച്ചിടത്തോളം, പ്ലെയിന്റിഫാണ് കേസ് കൊടുത്തത്, എനിക്ക് ആ ഷിപ്പ് തന്നെ വേണം. ആ പ്ലെയിന്റിഫിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്കത് വളരെ പെക്യൂലിയർ ആൻഡ് പ്രാക്ടിക്കലി യുണീക്ക് വാല്യൂ ഉള്ളതാണ്. അത് ശരിക്കും ഒരു ചീപ്പ് വെസലാണ്, ബീങ് ഓൾഡ്. അതൊരു പഴയ വെസലാണ്, വളരെ ചീപ്പാണ്. പക്ഷെ ആ ഷിപ്പിന്റെ എൻജിൻസും ബോയിലേഴ്സും ഒക്കെ പ്രാക്ടിക്കലി ന്യൂ ആണ്. ആൻഡ് സച്ച് ആസ് ടു സാറ്റിസ്ഫൈ ജർമ്മൻ റെഗുലേഷൻ. അതുകൊണ്ട് ആ ജർമ്മൻ റെഗുലേഷൻസിനെ എല്ലാം സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന തരത്തിലുള്ള പുതിയ എഞ്ചിനും ബോയിലറുമാണ് ആ ഷിപ്പിന്റെ. ആ ഷിപ്പ് ആകെ ഒരു ഓൾഡ് ചീപ്പ് വെസലാണെങ്കിൽ കൂടെ അതിന്റെ എഞ്ചിൻസും ബോയിലേഴ്സും ഒക്കെ പ്രാക്ടിക്കലി ന്യൂ ആണ്. അതുകൊണ്ട് അത് ജർമ്മൻ റെഗുലേഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്ലെയിന്റിഫിന് could as a German ship owner have her at once put on her German register. അതുകൊണ്ട് അയാൾ ഒരു ജർമ്മൻ ഷിപ്പ് ഓണർ കൂടി ആയതുകൊണ്ട് അയാൾക്ക് അത് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. എ വെരി എക്സ്പീരിയൻസ്ഡ് ഷിപ്പ് വാല്യൂർ. അപ്പോൾ ഒരു ഷിപ്പിന്റെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു ഷിപ്പ് വാല്യൂർ പറഞ്ഞു, he knew of only one other comparable ship. ഈ ഷിപ്പായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന വേറെ ഒറ്റ ഷിപ്പ് മാത്രമേ ഉള്ളൂ. there is only one another comparable ship. ഈ ഷിപ്പായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന വേറെ ഒറ്റ ഷിപ്പേ ഉള്ളൂ. പക്ഷെ അത് സെല് ചെയ്യാൻ പറ്റില്ല. that may not be sold. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇയാൾക്ക് വേണം അവിടെ പോയിട്ട് മേടിക്കാൻ പറ്റുമായിരുന്നു. അപ്പൊ ഇയാൾക്ക് ഒരു നിവൃത്തിയില്ല, ഇത് കിട്ടിയാൽ മാത്രമേ കാര്യം നടക്കുള്ളൂ. വേറെ എവിടെന്നെങ്കിലും പോയിട്ട് ഇയാൾക്ക് മേടിക്കാൻ പറ്റില്ല. അതൊരു എക്സ്പീരിയൻസ് ഷിപ്പ് വാല്യൂർ പറഞ്ഞു. ഇനി the plaintiff wants the ship for immediate. അയാൾക്ക് പെട്ടെന്ന് ഷിപ്പ് ആവശ്യമുണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള യൂസിന്. അപ്പൊ ജസ്റ്റിസ് റൈറ്റ് പറഞ്ഞു, ഐ ഡു നോട്ട് തിങ്ക് ഹി ഈസ് നോട്ട് എൻടൈറ്റിൽഡ് ടു ദ ഷിപ്പ്. അയാൾക്ക് ആ ഷിപ്പിനുള്ള എൻടൈറ്റ്മെന്റ് ഇല്ല എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് അയാൾ എന്ത് ചെയ്തു? അയാൾ ഒരു ഡിഗ്രി ഓഫ് സ്പെസിഫിക് പെർഫോമൻസ് പാസ് ചെയ്തു. ഇൻ ഓർഡർ ദാറ്റ് ജസ്റ്റിസ് മേ ബി ഡൺ. അതാണ് സ്പെസിഫിക് റിലീഫ് എന്ന് പറഞ്ഞാൽ ജസ്റ്റിസ് മസ്റ്റ് ബി ഡൺ. ഫിയാറ്റ് ജസ്റ്റിഷ്യ റുവാറ്റ് കോയിലം. അതായത് എങ്ങനെങ്കിലും ജസ്റ്റിസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ആ ഡിഗ്രി ഓഫ് സ്പെസിഫിക് പെർഫോമൻസ് അവിടെ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അയാളോട് അയാൾക്ക് ജസ്റ്റിസ് നിഷേധിക്കപ്പെടുക. സോ ഹി ഓർഡർഡ് ഒരു ഡിഗ്രി ഓഫ് സ്പെസിഫിക് പെർഫോമൻസ് അയാൾ കൊടുത്തു. ഇനി അതൊരു കേസ്. ഇപ്പൊ രണ്ടാമത്തെ കേസായാലും ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ഇത് വെയിറ്റിന്റെ കേസ്, വീറ്റ് അപ്രോപ്രിയേറ്റ് ചെയ്ത, പിന്നെ ഈ ഷിപ്പിന്റെ കേസ്, പിന്നെ മൂന്നാമതൊരു കേസ് ഒരാളുടെ സെല്ലറിന്റെ ലാൻഡിൽ കിടക്കുന്ന ഒരു ടിമ്പറിന്റെ സെയില. അപ്പം സെല്ലറിനെ കോടതി റെസ്ട്രെയിൻ ചെയ്യിച്ചു. എന്തിന്? ഫ്രം ഒബ്സ്ട്രക്ടിങ് ദ ബയർ ഇൻ റിമൂവിങ് ദ ടിമ്പർ. അപ്പൊ ബയർ ഈ തടി മുറിക്കാൻ വന്നപ്പോൾ സെല്ലർ സമ്മതിച്ചില്ല. അപ്പൊ ബയർ കോടതി പോയി. കോടതി സെല്ലറിനെ റെസ്ട്രെയിൻ ചെയ്തു. ഇല്ല, നിങ്ങൾക്ക് തടയാൻ പറ്റില്ല,
കാരണം എന്താ, the timber of that quality may not be available elsewhere. ഒരിക്കലും ഇവരൊരു കോൺട്രാക്ട് സൈൻ ചെയ്തതാണ്. കോൺട്രാക്ട് സൈൻ ചെയ്തതിന് ശേഷം ഇയാൾ മുറിക്കാൻ പോകുന്ന സമയത്ത് സെല്ലർ സമ്മതിക്കുന്നില്ല. അപ്പോൾ ബയർ കോടതി പോയി. കോടതി പോയപ്പോൾ കോടതി സെല്ലറിനെ റെസ്ട്രെയിൻ ചെയ്തു. നിങ്ങൾക്ക് അയാളെ തടയാൻ പറ്റില്ല. കാരണം അയാൾ നിങ്ങൾ തമ്മിൽ സൈൻ ചെയ്ത കോൺട്രാക്റ്റിലെ ടിമ്പർ വേറെ എവിടെയും കിട്ടാനില്ല. അപ്പൊ അയാൾ അത് സ്പെസിഫിക് പെർഫോമൻസ് അതിനെ സമ്മതിച്ചു. അയാൾ കോടതി സമ്മതിച്ചു. ഓക്കെ, വേറെ എവിടെയും ആ ടിമ്പർ കിട്ടാനില്ലാത്തതുകൊണ്ട്. ഇനി where a quantity of tobacco was sold but the buyer failed in taking away and quantity of tobacco was sold but the buyer failed in taking away and further time was allowed to him to take away his purchase but even no response from his side, it was held that the time of performance was of the essence of the contract. Okay, ഇവിടെ ഒരു ടൊബാക്കോന്റെ സെയിലാണ്. അപ്പൊ സെല്ലർ വിറ്റു, ബയർ കോൺട്രാക്ട് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും, ഡെലിവറി സെയിൽ കഴിഞ്ഞിട്ടുണ്ടാവും, പക്ഷെ ബയർ ഇത് എടുത്തുകൊണ്ട് പോകുന്നില്ല, ഫെയിൽഡ് ഇൻ ടേക്കിംഗ് അവേ. അയാൾക്ക് ഫർദർ ടൈം അലൗ ചെയ്തു ടു ടേക്ക് അവേ ദ പർച്ചേസ്, എന്നിട്ടും റെസ്പോൺസ് ഒന്നുമില്ല അയാളെ ഭാഗത്ത്. ഇറ്റ് വാസ് ഹെൽഡ് ദാറ്റ് ടൈം ഓഫ് പെർഫോമൻസ് എന്ന് പറയുന്നത് ഒരു കോൺട്രാക്ടിന്റെ എസെൻസ് ആണ്. എപ്പോഴെങ്കിലും വന്ന് എടുത്തുകൊണ്ട് പോയാൽ പോരാ. ടൈം ഓഫ് പെർഫോമൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ എസെൻസ് ഓഫ് ദ കോൺട്രാക്ട്. അതുകൊണ്ട് ദ ബയേഴ്സ് ഫെയിലിയർ, ബയറിന്റെ ഫെയിലിയർ, അത് എടുത്തുകൊണ്ട് പോകാനുള്ള ഫെയിലിയർ ഡിസ്എൻറ്റൈറ്റിൽഡ് ഹിം, അയാളുടെ എൻറ്റൈറ്റിൽമെന്റ് പോയി. എന്തിന്? ഫ്രം ക്ലെയിമിംഗ് ദ സ്പെസിഫിക് ഡെലിവറി ഓഫ് ദ ഗുഡ്സ്. ആ ടൊബാക്കോ തന്നെ വേണം എന്ന് പറയാനുള്ള അയാളുടെ ആ ക്ലെയിം, സ്പെസിഫിക് ഡെലിവറിയിൽ നിന്ന് അയാളെ ഡിസ്എൻറ്റൈറ്റിൽ ചെയ്തു. ദ സെല്ലർ കുഡ് നോട്ട് ബി പ്രിവെന്റഡ് ഫ്രം റീസെല്ലിംഗ് ആൻഡ് റിക്കവറിംഗ് ഹിസ് ലോസ്. സെല്ലറിന് അപ്പം എന്ത് ചെയ്യാം? അത് റീസെല് ചെയ്യാം. അത് മാർക്കറ്റ് പ്രൈസിനേക്കാളും താഴ്ന്ന വിലയ്ക്കാണ് അയാൾ കൊടുത്തത് എങ്കിൽ ആ ലോസ് അയാൾക്ക് റിക്കവർ ചെയ്യാം ഫ്രം ദ ബയർ ഓൺ റീസെയിൽ. The seller was also allowed 6% interest. അയാൾക്ക് 6% ഇൻട്രസ്റ്റും കൊടുത്തു ഫ്രം ദ ഡേറ്റ് ഓഫ് ദ സൂട്ട്. ഈ സെല്ലർ കൊണ്ട് സൂട്ട് കൊടുത്തിട്ടുണ്ടാവും, മറ്റേ എടുത്തുകൊണ്ട് പോകുന്നില്ല. അപ്പൊ ആ സൂട്ടിന്റെ ഡേറ്റ് മുതൽ, ഇതാണ് ഞാൻ പറഞ്ഞത്, സൂട്ട് കൊടുക്കുന്ന ഡേറ്റ് മുതൽ ടിൽ ദ റിയലൈസേഷൻ ഓഫ് ദ ഡിക്രി എമൗണ്ട്, ആ ഡിക്രി എമൗണ്ട് റിയലൈസ് ചെയ്യുന്ന വരെയുള്ള അതിന് ആ എമൗണ്ടിൽ 6% ഇൻട്രസ്റ്റും കോടതി കൊടുത്തു. ഓക്കെ, അപ്പം അവിടെ ഇത് സെല്ലറിന്റെ അല്ല ബയറിന്റെ 3 എണ്ണം നമ്മൾ പറഞ്ഞു. എന്തൊക്കെയാണ്? സ്പെസിഫിക് പെർഫോമൻസ്, റെമഡി ഫോർ ബ്രീച്ച് ഓഫ് വാറണ്ടി, പിന്നെ ഡാമേജസ് ഫോർ നോൺ ഡെലിവറി. അപ്പൊ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് ബോധം വേണം. ഇത് 3 ആണ് നമ്മൾ പറഞ്ഞത്. ഫെയിലിയർ ടു ഡെലിവർ ഗുഡ്സ് ഓൺ ടൈം ഓർ പ്രിസ്ക്രൈബ് മാനർ, ഇത്. പിന്നെ സ്പെസിഫിക് പെർഫോമൻസ്, അതായത് ഫെയിലിയർ ടു ഡെലിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡാമേജസ് ഡ്യൂ ടു നോൺ ഡെലിവറി ഓഫ് ദ ഗുഡ്സ്. സെല്ലർ ഡെലിവറി ചെയ്യുന്നില്ല, അതുകൊണ്ട് അയാൾക്കുണ്ടാകുന്ന ഡാമേജസ്, അതാണ് ആദ്യത്തെ. പിന്നെ സ്പെസിഫിക് പെർഫോമൻസ് 59 എന്തായിരുന്നു? ഒരു വാറണ്ടിന്റെ ബ്രീച്ച് വരിക. പിന്നെ ഈ 60-61 ഇതിവിടെ എഴുതാം. 60-61 എന്ന് പറഞ്ഞാൽ കോൺട്രാക്ട് നേരത്തെ റെപ്യൂഡിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് വേണമെങ്കിൽ 2 ഓപ്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഒന്നെങ്കിൽ ആ കോൺട്രാക്ട് സബ്സിസ്റ്റിംഗ് ആണെന്ന് വിചാരിക്കുക, എന്നിട്ട് ഡേറ്റ് ഓഫ് ഡെലിവറി ഡ്യൂ ഡേറ്റിന്റെ അന്ന് പോയിട്ട് സ്യൂ ചെയ്തിട്ട് ആ ഡേറ്റിലുള്ള മാർക്കറ്റ് പ്രൈസിന് ഡാമേജസ് മേടിക്കുക. അല്ലെങ്കിൽ മറ്റേ എപ്പോഴാണോ റെപ്യൂഡിയേറ്റ് ചെയ്യുന്നത് അപ്പം തന്നെ അത് റിസീവ് ചെയ്തു എന്ന് ആക്സെപ്റ്റ് ചെയ്തിട്ട് അപ്പം തന്നെ പോയിട്ട് ബ്രീച്ചിനുള്ള സൂട്ട് കൊടുക്കുക, സ്യൂ ചെയ്യുക. അപ്പോൾ ആ ഡേറ്റിനെതിരുള്ള മാർക്കറ്റ് പ്രൈസ് ആയിട്ട് വേണം അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ഡാമേജസ് അസസ് ചെയ്യാൻ. പിന്നെ ഇൻട്രസ്റ്റിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, ബൈ വേ ഓഫ് ഡാമേജസ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് അതിൻ്റെ, അതായത് ബയറിനും അപ്ലിക്കബിൾ ആണ്, സെല്ലറിനും അപ്ലിക്കബിൾ ആണ്. അപ്പം അത് ഇവിടുത്തെ നമ്മുടെ ആക്ടിലെ ചാപ്റ്റർ 6 അവിടെ കംപ്ലീറ്റ് ആയി. സൂട്ട്സ് ഫോർ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. പറയാനാകെ 1, 2, 3, 4, 5, 6, 7 സെക്ഷൻസ് ഉള്ളൂ. 55 to 61. 45 to 54 എന്ന് പറയുന്നത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അൺപെയ്ഡ് സെല്ലറിന്റെ റൈറ്റ് അഗെയിൻസ്റ്റ് ഗുഡ്സ് 45 to 54. 55 to 61 എന്ന് പറയുന്നത് അൺപെയ്ഡ് സെല്ലറിന്റെ റൈറ്റ്സ് അഗെയിൻസ്റ്റ് ദ ബയർ പേഴ്സണലി. അപ്പൊ ഇത് ഇതെന്ന് പറഞ്ഞാൽ ബയറിന് അഗെയിൻസ്റ്റ് ഉള്ള റൈറ്റ്സ് ആണ്. മറ്റേത് 45 to 54 അൺപെയ്ഡ് സെല്ലറിന്റെ ഗുഡ്സിന് അഗെയിൻസ്റ്റ് ഉള്ള റൈറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഈ സെക്ഷൻ ചാപ്റ്റർ 6 ഇവിടെ കഴിഞ്ഞു. സൂട്ട്സ് ഫോർ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. എന്തെങ്കിലും സംശയമുണ്ടോ?